ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ വനശലഭം. അധ്യായം 17. താരയ്ക്ക് ഭയമൊന്നും തോന്നിയില്ല. അമ്മ വന്നപ്പോൾ വീട്ടിലില്ലായിരുന്നു എന്നത് നേര് തന്നെ. പക്ഷേ അതൊരു വലിയ കുറ്റമൊന്നുമല്ലല്ലോ. കത്രീനമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിൽ നിരോധനവുമില്ല. പിന്നെന്തിന് അമ്മ ദേഷ്യപ്പെടണം? അമ്മ എന്തെങ്കിലും പറഞ്ഞോ ദേവകി? വീട്ടിലേക്ക് നടക്കുമ്പോൾ താര ചോദിച്ചു. കൗസല്യ ചേച്ചി വന്നപ്പോൾ താരമോൾ എന്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കത്രീനാമ്മയുടെ വീട്ടിൽ പോയേക്കുവാണെന്ന്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞപ്പം കൗസല്യ ചേച്ചി പറഞ്ഞു, വിളിക്കണ്ട, വിശക്കുമ്പം വന്നോളുമെന്ന്. അത്രേ പറഞ്ഞുള്ളൂ. അവൾ മൂളി. പിന്നെന്താ അമ്മ ദേഷ്യപ്പെട്ടെന്ന് നീ പറഞ്ഞത്? മുഖം കണ്ടപ്പോൾ എനിക്കങ്ങനെയാ തോന്നിയേ. അമ്മയുടെ മുഖത്ത് കാണുന്നതൊന്നുമല്ല മനസ്സിലുള്ളതെന്ന് നിനക്കിതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ലേ എൻ്റെ പൊട്ടിപ്പെണ്ണെ? ദേവകി ചിരിച്ചു. അവർ ചെന്നപ്പോൾ കൗസല്യദേവി ഉച്ചമയക്കത്തിലായിരുന്നു. വെറുതെ കണ്ണുകളടച്ച് കിടക്കുകയാണോ അതോ ഉറക്കമാണോ എന്ന് തീർച്ചയാക്കാൻ താരയ്ക്ക് കഴിഞ്ഞില്ല. എന്തായാലും അവൾ അമ്മയെ വിളിച്ചില്ല. താര ദേവകിയുടെ അടുത്തേക്ക് ചെന്നു. താരമോൾക്ക് ചോറെടുത്തു വയ്ക്കട്ടെ? വേണ്ട ദേവകി, എനിക്ക് വിശപ്പില്ല. അയ്യോ, അത് പറ്റത്തില്ല. താരമോൾ ചോറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? ഉണ്ടെന്ന് പറയണം. കള്ളം പറയാനൊന്നും എനിക്ക് വയ്യ. ഞാൻ വെറുതെ പറഞ്ഞതല്ല ദേവകി. കത്രീനാമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ എന്തെല്ലാം കഴിച്ചെന്നറിയാമോ? വയർ നിറഞ്ഞു പോയി. എന്നാലും കൗസല്യ ചേച്ചി ചോദിക്കുമ്പോൾ ശരി, ഞാൻ ഉണ്ണാം. താര കുറച്ച് ചോറ് വാങ്ങിയുണ്ടു. എന്നിട്ട് ഒരു മാസികയുമായി പൂമുഖത്ത് കസേരയിൽ ചെന്നിരുന്നു. മാസികയുടെ താളുകൾ വെറുതെ മറിച്ചു നോക്കിയതല്ലാതെ ഒന്നും വായിക്കാൻ തോന്നിയില്ല. ക്ലോക്കിൽ മണി 3 അടിച്ചു. കൗസല്യാദേവി കോണിപ്പടികളിറങ്ങി വന്നു. താരയെ കണ്ട് അവർ അവളുടെ അടുത്തേക്ക് ചെന്നു. താര മെല്ലെ എഴുന്നേറ്റു. അമ്മ മറ്റൊരു സാരിയാണ് ഉടുത്തിരിക്കുന്നത്. മുഖത്ത് ലഘുവായി മേക്കപ്പ് ചെയ്തിരിക്കുന്നു. താര ആശങ്കപ്പെട്ടതുപോലെ ദേഷ്യമോ നീരസമോ ഒന്നുമില്ലായിരുന്നു അമ്മയ്ക്ക്. നീ എന്താണ് താരെ വായിക്കുന്നത്? പഴയതാണമ്മേ, വെറുതെ എടുത്തു നോക്കിയെന്നേയുള്ളൂ. ഞാനിപ്പോൾ ഒന്നും വായിക്കാറില്ല, അതുകൊണ്ട് ഒന്നും വാങ്ങിക്കാറുമില്ല. എവിടെ നേരം? കൗസല്യാദേവി അവളുടെ അടുത്തിരുന്നു. നിനക്കെന്തെങ്കിലും വായിക്കാൻ വേണമെങ്കിൽ രാജേന്ദ്രൻ്റെ കയ്യിൽ കുറിച്ചു കൊടുത്താൽ മതി താരെ. അവൻ വാങ്ങിക്കൊണ്ടുവരും. വേലായുധൻ മുതലാളിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പുതിയ ഒരു ബുക്ക് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ നീ തന്നെ ഒരു ദിവസം പോയി ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോ. അമ്മയുടെ സ്വരത്തിൽ പതിവില്ലാത്ത മൃദുത്വം. താരയ്ക്ക് അത്ഭുതം തോന്നി. ദേവകി ഒരു ട്രേയിൽ 2 കപ്പ് ചായയുമായി വന്നു. താര ഒരു കപ്പ് എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. മറ്റൊന്ന് അവളും എടുത്തു. ദേവകി പിന്നെ നിന്നില്ല. നീ ഓഫീസിൽ വന്ന് അവിടുത്തെ ജോലികളൊക്കെ പഠിക്കാൻ പോവുകയാണെന്ന് ബാലകൃഷ്ണനോട് പറഞ്ഞോ? ചായ ഒന്ന് മുത്തിയിട്ട് കൗസല്യാദേവി ചോദിച്ചു. ഓ, അപ്പോൾ അക്കാര്യം അയാൾ അമ്മയോട് പറഞ്ഞിരിക്കുന്നു. ഒരു ദിവസം ഫോൺ ചെയ്തപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാണമ്മേ. ഞാൻ അവിടെ വന്ന് എന്ത് ചെയ്യാനാ? നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്നോളൂ. എല്ലാം പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. എന്നായാലും എല്ലാ ചുമതലയും ഏറ്റെടുക്കേണ്ടവളാണ് നീ. അമ്മ ഒരു മകനെ കൂടി പ്രസവിക്കേണ്ടതായിരുന്നു. തമാശ പോലെ താര പറഞ്ഞു. എന്തിന്? ബിസിനസ് എന്നൊക്കെ പറയുന്നത് പുരുഷന്മാർക്ക് മാത്രം പറ്റിയ പണിയാണമ്മേ. അപ്പോൾ ഞാനോ? കൗസല്യദേവി ചോദിച്ചു. അമ്മ ഒരു എക്സെപ്ഷൻ. അമ്മയ്ക്കുള്ളതിൻ്റെ 4/1 കഴിവോ ബുദ്ധിയോ എനിക്കില്ല. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ ആരെ ഏൽപ്പിക്കും? അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴേ ചിന്തിച്ച് എന്തിനാ സമയം കളയുന്നേ? അമ്മ ഇതേ ആരോഗ്യത്തോടെ ഒരു 50 കൊല്ലം കൂടി ഇനിയും ഇരിക്കും. പക്ഷേ എനിക്ക് തനിച്ച് ഇതെല്ലാം കൂടി നോക്കി നടത്താൻ പറ്റില്ല താരേ. നല്ലൊരു മാനേജറുണ്ടെങ്കിൽ പ്രയാസം പാതി കുറയില്ലേ അമ്മേ? ബാലകൃഷ്ണൻ ആൾ എഫിഷ്യൻ്റാണല്ലോ. അതെ, പക്ഷേ ഒരു പരിധിക്കപ്പുറം ആരെയും വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കുന്നു എന്ന തോന്നലുണ്ടാക്കിയേ ചെയ്യാവൂ. എപ്പോഴും എല്ലാവരിലും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഒരു കണ്ണുണ്ടാവണം. താര ഒന്നും പറഞ്ഞില്ല. നീ പഠിത്തം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി ഒരു തീരുമാനമെടുക്കാൻ ഒട്ടും വൈകണ്ട. നിന്റെ അച്ഛൻ തനിച്ച് പാടുപെട്ട് പടുത്തുയർത്തിയതാണ് മാധവ എൻ്റർപ്രൈസസ്. അത്ര വലുതല്ലെങ്കിലും പ്രശസ്തമായ സ്ഥാപനമാണത്. ഞാനത് ഇത്തിരി കൂടി വിപുലമാക്കിയെന്നേ ഉള്ളൂ. ഇനി അത് നോക്കി നടത്തേണ്ടത് നീയാണ്. ബിസിനസ് എനിക്ക് പറ്റില്ല അമ്മേ, നിസ്സഹായതയോടെ താര പറഞ്ഞു. പിന്നെന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്? വേറെന്തെങ്കിലും ആശയുണ്ടോ നിന്റെ മനസ്സിൽ? ഇപ്പോൾ ഒന്നുമില്ല. എങ്കിൽ ഞാനൊരു തീരുമാനമെടുക്കാം. ചായക്കപ്പ് ടീപ്പോയിന്മേൽ വെച്ചുകൊണ്ട് കൗസല്യാദേവി പറഞ്ഞു. ആകാംക്ഷയോടെ താര അമ്മയെ നോക്കി. വയസ്സ് 22 ആയില്ലേ താരെ നിനക്ക്? ആവശ്യത്തിന് വിദ്യാഭ്യാസവുമായി. ഇനി നിനക്ക് വേണ്ടത് ഒരു കല്യാണമാണ്. അമ്മേ,
അറിയാതെ താര വിളിച്ചു. നല്ല ഒരാലോചന വന്നിട്ടുണ്ട് മോളെ. കേട്ടിട്ട് നിനക്ക് യോജിച്ച ബന്ധമാണെന്ന് തോന്നുന്നു. പയ്യൻ MA LLB-കാരനാ. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റിൻ്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്നു. ആളിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നിനക്ക് നല്ല ചേർച്ചയായിരിക്കും എന്നാണ് അറിയുന്നത്. എനിക്കിപ്പോൾ കല്യാണം വേണ്ടമ്മേ, ആദിയോടെ താര പറഞ്ഞു. എന്തുകൊണ്ട്? മാനസികമായി ഞാനിപ്പോൾ കല്യാണത്തിന് തയ്യാറല്ല. കുറച്ച് നാൾ കൂടി കഴിയട്ടെ. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ അതുവരെ നീ എന്തു ചെയ്യാൻ പോകുന്നു? എന്തെങ്കിലും പഠിക്കാൻ? വെറുതെ സമയം കളയാൻ അല്ലേ? അത് വേണ്ട, പഠിച്ചതൊക്കെ മതി. ഒരു പുരുഷൻ്റെ ഭാര്യയാകാനുള്ളവളാണ് നീ. അതിന് ഇത്രയൊക്കെ പഠിപ്പ് മതി. പക്ഷേ അമ്മേ, കൗസല്യാദേവി എഴുന്നേറ്റ് വാച്ചിൽ നോക്കി. ഇനി ചിന്തിക്കാനൊന്നുമില്ല താരേ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. റിസൾട്ട് അറിയും മുമ്പ് കല്യാണം നടത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും പഠിക്കണോ വേണ്ടയോ എന്ന് നിന്റെ ഭർത്താവ് തീരുമാനിക്കട്ടെ. താര അവിശ്വാസത്തോടെ അമ്മയെ നോക്കി. എനിക്ക് സീതാരാമൻ വക്കീലിനെ കാണാനുണ്ട്. പോയിട്ട് വരാം. പോർച്ചിൽ കാർ കിടപ്പുണ്ടായിരുന്നു. കൗസല്യാദേവി ചെന്ന് കാറിൽ കയറി. അപ്പോഴേക്കും പുറത്തേക്ക് പോകുന്ന കാർ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ താര നിന്നു. കല്യാണം റിസൾട്ട് അറിയും മുൻപ്, അതായത് 2 മാസത്തിനുള്ളിൽ. ദേവേട്ടനോടല്ലാതെ മറ്റാരോടാണ് ഇക്കാര്യം പറയേണ്ടത്? അവൾ ഓടിച്ചെന്ന് റിസീവർ എടുത്ത് പത്രം ഓഫീസിലെ നമ്പർ ഡയൽ ചെയ്തു. വാരികയുടെ സബ് എഡിറ്റർ ദേവദത്തിനെ ഒന്ന് തരൂ പ്ലീസ്. കണക്ഷൻ കിട്ടിയപ്പോൾ റിസപ്ഷനിസ്റ്റിനോട് താര പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് വാരികയുടെ ഓഫീസിലേക്ക് ഫോൺ കൊടുക്കുന്നു. ഫോൺ ശബ്ദിക്കുന്നു. റിസീവർ എടുക്കുന്നു. ഹലോ, അനിത റാണി. സ്ത്രീസ്വരമാണ് കേട്ടത്. അനിത, ഇത് ഞാനാണ്, താര. ഹലോ താര, ഹൗ ആർ യു? ആഹ്ലാദത്തോടെ അനിത ചോദിച്ചു. ഞാനിപ്പോൾ ഹോസ്റ്റലിൽ നിന്നല്ല വിളിക്കുന്നത്. എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. അറിഞ്ഞു, ദേവദത്തൻ പറഞ്ഞിരുന്നു. ദീർഘനാളത്തെ പ്രവാസത്തിനു ശേഷം മകൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി കാണും അല്ലേ? ആരുടെ അമ്മയെക്കുറിച്ചാണ് അനിത പറയുന്നത്? വിപരീത അർത്ഥത്തിൽ താര ചോദിച്ചു. അനിതയ്ക്ക് അത് മനസ്സിലായില്ല. എന്തായാലും എൻ്റെ അമ്മയെക്കുറിച്ചല്ല. താരയ്ക്കറിയാമോ, 4 പെൺമക്കളിൽ മൂത്തവളാണ് ഈ ഉള്ളവൾ. ഞാൻ വീട് വിട്ടു പോന്നതിൽ പിന്നീട് അത്രയും തലവേദന കുറവുണ്ടെന്നാണ് അമ്മയുടെ അഭിപ്രായം. താര ഇപ്പോൾ വിളിച്ചതെന്തിനാണെന്ന് മനസ്സിലായി. നിരാശപ്പെടുത്തേണ്ടി വന്നതിൽ ഖേദിക്കുന്നു. ദേവദത്തൻ വീട്ടിൽ പോയിരിക്കുകയാണ്. വീട്ടിൽ പോകുന്ന കാര്യം ദേവേട്ടൻ പറഞ്ഞിരുന്നു. ഞാനതോർത്തില്ല. എന്ന് വരുമിനി? തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ? താര വിളിച്ചിരുന്നുവെന്ന് ദേവൻ വരുമ്പോൾ പറയാം. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ഇല്ല, ഞാൻ വെറുതെ വിളിച്ചെന്നേയുള്ളൂ അനിത. വെച്ചേക്കട്ടെ. ശരി. റിസീവർ വെച്ചിട്ട് താര പിന്നിലേക്ക് ചാരിയിരുന്നു. ദേവേട്ടൻ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് മറന്നുപോയത്? ചേട്ടനു വേണ്ടി പെണ്ണ് കാണാൻ പോകുന്നു എന്നാണല്ലോ പറഞ്ഞത്. ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ ദേവേട്ടൻ പിന്നെ എന്തിനു വേണ്ടി കാത്തിരിക്കണം? നിസ്സാര ആവശ്യങ്ങൾ മാത്രമുള്ള ഒരു പെൺകുട്ടിയെ കൂടി ഒപ്പം താമസിപ്പിക്കാൻ വേണ്ടുന്ന ശമ്പളം ഉണ്ടാവില്ലേ ഒരു സബ് എഡിറ്റർക്ക്? എന്തുകൊണ്ട് ഇപ്പോൾ ദേവേട്ടനെക്കുറിച്ച് അമ്മയോട് പറഞ്ഞുകൂടാ? അമ്മ സമ്മതിക്കുകയില്ല. കവിക്ക് ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അമ്മയ്ക്കുണ്ട്. ആലോചിച്ചു വേണം അമ്മയോട് സംസാരിക്കുവാൻ. ദേവദത്തൻ എന്നൊരു കഥാപാത്രം കൂടി തൻ്റെ ജീവിതത്തിലുണ്ട് എന്നറിഞ്ഞാൽ അമ്മ കൂടുതൽ സംശയാലുവാകും. കല്യാണാലോചനകൾക്ക് വേഗതയേറും. ദേവേട്ടൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ടും മതി അക്കാര്യം അമ്മയോട് സംസാരിക്കുന്നത്. പക്ഷേ താരയ്ക്ക് മനസ്സമാധാനം കിട്ടിയില്ല. അവൾ മുറിയിലേക്ക് ചെന്ന് പഴയ നോട്ട്ബുക്കുകളിൽ നിന്ന് 2 കടലാസ് ചീന്തിയെടുത്തു. സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിലും ദേവേട്ടന് കത്തെഴുതാമല്ലോ. അവൾ പേന തുറന്ന് ആദ്യത്തെ വരി എഴുതി. എൻ്റെ പ്രിയപ്പെട്ട ദേവേട്ട. പിന്നെ വാക്കുകൾക്കു വേണ്ടി അവൾക്കൊട്ടും ആലോചിക്കേണ്ടി വന്നില്ല. മനസ്സിൽ അവ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പേനത്തുമ്പിലേക്ക് ഒരു തടസ്സവുമില്ലാതെ അവ ഒഴുകി വന്നു. ഇടയ്ക്ക് കണ്ണുകൾ നിറഞ്ഞുപോയി. എഴുതി വന്നപ്പോൾ കടലാസ് പോരാതെ വന്നു. ഒരെണ്ണം കൂടി അവൾ ചീന്തിയെടുത്തു. കത്തെഴുതി കവറിലിട്ട് ഒട്ടിച്ച് മേൽവിലാസം എഴുതി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ആരുടെ കയ്യിൽ കൊടുത്തയച്ച് പോസ്റ്റ് ചെയ്യിക്കും? ദേവകി പുറത്തേക്ക് പോകാറില്ല. രാജേന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തയച്ചാൽ അത് അമ്മയുടെ കയ്യിലാവും എത്തുക. അപ്പുവമ്മാവനെ ഏൽപ്പിക്കുന്നതും ബുദ്ധിയല്ല. അമ്പലത്തിൽ പോകുന്ന വഴിക്ക് പോസ്റ്റ് ബോക്സുമില്ല. ഒടുവിലാണ് ജോയിയുടെ കാര്യം ഓർമ്മ വന്നത്. പിറ്റേ ദിവസം രാവിലെ അമ്മ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവൾ ജോയിയെ കാണാൻ ചെന്നു. സാംസൺ, എനിക്കൊരു ഉപകാരം ചെയ്യുമോ? അവൾ ജോയിയോട് ചോദിച്ചു. എന്തിനാണ് ഒന്നാക്കിയത്? ഒരു 10 ആക്കരുതോ? ഉപകാരങ്ങൾ ചെയ്യാൻ വേണ്ടി ജനിച്ചവനാണ് ഈ സാംസൺ, ജോയി പറഞ്ഞു. തൽക്കാലം ഒന്നും മതി. ഈ കത്ത് പോസ്റ്റ് ചെയ്യണം. അത്രയുള്ളോ?
ജോയി കത്ത് വാങ്ങി വിലാസം നോക്കി. ആരാണ്? ശ്രീമാൻ ദേവദത്തൻ. എൻ്റെ കൂട്ടുകാരനാ. അർത്ഥഗർഭമായ ഒരു ചിരി വിരിഞ്ഞു ജോയിയുടെ ചുണ്ടിൽ. അപ്പോൾ അതാണ് പോസ്റ്റ് ചെയ്യാൻ എന്നെ തന്നെ ഏൽപ്പിച്ചത് അല്ലേ? വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്കിവിടെ വേറെ ആരുമില്ല ജോയി. താരക്കുട്ടി വിഷമിക്കേണ്ട. ഇപ്പം തന്നെ ഞാനിത് കൊണ്ടുപോയി പെട്ടിയിലിടാം. സൈക്കിളെടുത്ത് ജോയി കത്തുമായി പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. പിറ്റേ ദിവസം തന്നെ ആ കത്ത് ദേവദത്തിൻ്റെ ഓഫീസിൽ വന്നപ്പോൾ രമേശ് ചന്ദ്രൻ ആ കത്തെടുത്ത് കൊടുത്തു. ആരോ തൻ്റെ പേരിൽ അയച്ച കഥയാണെന്ന് തോന്നുന്നു. തടിച്ച കവർ കൊടുക്കുമ്പോൾ രമേശ് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് കവിക്ക് ഏതോ ആരാധിക അയച്ച പ്രേമലേഖനമായിരിക്കുമെന്ന. അനിതയുടെ കമൻ്റ്. മേൽവിലാസം എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അത് താരയുടെ കത്താണെന്ന് ദേവദത്തിന് മനസ്സിലായി. അയാൾ വേഗം അത് തുറന്നു വായിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദേവേട്ട, ഏതെങ്കിലും ജനപ്രിയ സിനിമയിലെയോ നോവലിലെയോ നായിക കാമുകനെഴുതുന്ന കത്തിനോട് ഈ കത്തിന് സാമ്യമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അത്തരം ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത്. കാമുകിക്ക് വീട്ടുകാർ ധൃതി പിടിച്ച് കല്യാണം ആലോചിക്കുന്നു. കാമുകനോ അകലെ. അധ്യായം 18. താരയുടെ കത്ത് വായിച്ചു കഴിഞ്ഞ് ദേവദത്തൻ അത് മടക്കി സാവധാനം കവറിനുള്ളിൽ വെച്ചു. ഏകാകിനിയായ ഒരു പെൺകുട്ടിയുടെ ആത്മരോദനമായിരുന്നു ആ കത്ത് നിറയെ. നിസ്സഹായ ആലംബത്തിനു വേണ്ടി കേഴുന്നവൾ. അയാൾക്ക് വേദന തോന്നി. എന്തോ എഴുതുന്നതിനിടയിൽ അലസമട്ടിൽ ദേവദത്തിൻ്റെ ഓരോ ഭാവവും സസൂക്ഷ്മം സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അനിത. അയാളുടെ എതിർവശത്താണ് അവളുടെ സീറ്റ്. പ്രശ്നം ഗുരുതരമാണോ ദേവ? അനിത ചോദിച്ചു. ദേവദത്തൻ ചിരിച്ചു. അത് പക്ഷേ ഒരു വാടിയ ചിരിയായിരുന്നു. വില്ലൻ്റെ രംഗപ്രവേശം ഉടനുണ്ടാവും, ദേവദത്തൻ പറഞ്ഞു. പെണ്ണുകാണൽ നടന്നോ? ഇല്ല. ആരാണ് കക്ഷി? കക്ഷി ഇവിടെ വക്കീലാണ്. 7 കുതിരയെ പൂട്ടിയ തേരിൽ രാജകുമാരൻ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് രാജകുമാരി അല്ലേ? അനിത ചോദിച്ചു. അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല താര. തൻ്റെ ഇടം കാണിക്കേണ്ടത് ദേവനാണ്. ചെന്ന് വീട്ടുകാരോട് പറ അവളെ തനിക്ക് വേണമെന്ന്. അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ദിവസം ചെന്ന് തട്ടിക്കൊണ്ടുപോരാം, രമേശ് പറഞ്ഞു. തട്ടിക്കൊണ്ടു പോരാനാണെങ്കിൽ കൂട്ടിന് ഞാനും വരാം, അനിത പറഞ്ഞു. ദേവദത്തിനെല്ലാം കേട്ട് ചിരിച്ചതേയുള്ളൂ. 2-3 ദിവസം മുൻപ് താര ഫോൺ ചെയ്തിരുന്നു. ദേവൻ വീട്ടിൽ പോയ സമയത്ത്. അനിത പറഞ്ഞു. എന്തു പറഞ്ഞു അവൾ? ഒന്നും പറഞ്ഞില്ല. ദേവൻ ഇല്ലെന്നറിഞ്ഞപ്പോൾ നിരാശയായി കാണും. ദേവദത്തിന് എഴുന്നേറ്റു. ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. അവൾ അപ്സെറ്റാണെന്ന് തോന്നുന്നു. 2-3 ദിവസം മുൻപ് എഴുതിയ കത്താണ്. പുതിയ സംഭവവികാസങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അറിയാമല്ലോ. ദേവദത്തൻ പുറത്തേക്കിറങ്ങി. കുറച്ചകലെ മാറി ടെലിഫോൺ ബൂത്തുണ്ട്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ ഓഫീസ് ഫോൺ ഉപയോഗിക്കാറില്ല. താരയുടെ വീട്ടിലെ നമ്പർ ഡയൽ ചെയ്തു. ബെല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ റിസീവർ എടുത്തു. അത് താരയായിരുന്നു. താരേ, ഇത് ഞാനാണ്, ദേവൻ. ദേവേട്ടനാണോ? എൻ്റെ ഈശ്വര, ഇന്നലെ മുതൽ ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇന്നാണോ വീട്ടിൽ നിന്ന് വന്നത്? അവൾ ആഹ്ലാദത്തോടെ ചോദിച്ചു. ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്നെത്തി. ഇന്ന് ഓഫീസിൽ വന്നപ്പോഴാണ് താരയുടെ കത്ത് കിട്ടിയത്. അത് വായിച്ച ഉടനെ നിനക്ക് ഫോൺ ചെയ്യാൻ ഇറങ്ങിയതാണ്. അനിത എന്നോട് പറഞ്ഞു. അന്ന് കുത്തിയിരുന്ന് എഴുതിയതാണ് ആ കത്ത്. അയച്ചു കഴിഞ്ഞാണ് അത്രയൊന്നും എഴുതേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയത്. ദേവേട്ടൻ്റെ മനസ്വസ്ഥത കൂടി ഞാൻ ഇല്ലാതാക്കി അല്ലേ? സാരമില്ല താരേ, ഇതൊക്കെ ഞാനും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അമ്മ പിന്നീട് എന്തെങ്കിലും പറഞ്ഞോ? അയാൾ ചോദിച്ചു. ഇല്ല, പക്ഷേ അണിയറയിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ടാവും. എല്ലാം വിട്ടുപറയില്ല അമ്മ. എനിക്കൊരു മുന്നറിയിപ്പ് തന്നതാണ്. 2 മാസത്തിനുള്ളിൽ കല്യാണം നടത്തുമെന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ദേവേട്ട. എന്നെക്കുറിച്ച് താര അമ്മയോട് പറഞ്ഞോ? ഇല്ല. എന്താ പറയുന്നില്ലേ? അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അനുകൂല അഭിപ്രായമല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴുള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാകും. അതുകൊണ്ടാണ് മടിക്കുന്നത്. പക്ഷേ എപ്പോഴായാലും പറയാതെ പറ്റുമോ? താര ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ വന്ന് അമ്മയെ കാണാം, സംസാരിക്കാം. മറുപടി എന്താണെന്നറിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം. താരയെ എനിക്ക് വേണം. താര തേങ്ങിപ്പോയി. കരച്ചിലടക്കാൻ പാടുപെട്ട് അവൾ നിന്നു. എനിക്ക് സമാധാനമായി ദേവേട്ട. നഷ്ടപ്പെട്ട ആത്മധൈര്യം തിരിച്ചു കിട്ടി. എന്തായാലും തൽക്കാലം ഞാൻ അമ്മയോട് ദേവേട്ടനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. കാര്യങ്ങൾ എങ്ങനെ നീങ്ങുന്നു എന്നറിയട്ടെ. സാഹചര്യമനുസരിച്ച് വേണ്ടതെന്താന്ന് വച്ചാൽ താര ചെയ്യൂ. എന്താവശ്യം വന്നാലും എന്നെ വിളിക്കണം. അഥവാ ഞാൻ ഓഫീസിലില്ലെങ്കിൽ അനിതയോടോ രമേഷിനോടോ വിവരം പറഞ്ഞാൽ മതി. ഞാൻ വരുമ്പോൾ അവർ അറിയിക്കും. ഞാൻ വിളിക്കാം.
രമേഷ് കുറച്ചു മുൻപേ ഒരു തമാശ പറഞ്ഞു. താരയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ താരയുടെ മനസ്സൊന്ന് തണുപ്പിക്കാനായി ദേവദത്തൻ പറഞ്ഞു, എന്ത് തമാശ? വേണ്ടി വന്നാൽ താരയെ തട്ടിക്കൊണ്ടുപോരണമെന്ന് അനിത സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. താര ചിരിച്ചു. തട്ടിക്കൊണ്ടുപോകാൻ എളുപ്പമായിരുന്നു. പക്ഷെ ദേവേട്ടൻ എന്നെയും കൊണ്ട് ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും നമ്മളെ കണ്ടുപിടിക്കാൻ ഒരു പോലീസ് സേന അമ്മയുടെ ചൊൽപ്പടിയിലുണ്ട്. അതിരിക്കട്ടെ, ദാസേട്ടൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. പെണ്ണു കാണൽ നടന്നു താരേ. കുട്ടിയെ ദാസേട്ടന് ഇഷ്ടപ്പെട്ടു. ഊർമിള എന്നാണ് പേര്. കോളേജിൽ എൻ്റെ ജൂനിയറായി പഠിച്ചതാണത്രേ, ദേവദത്തൻ പറഞ്ഞു. അപ്പോൾ കല്യാണം ഉടൻ നടക്കും അല്ലേ? നടക്കാനാണ് സാധ്യത. അടുത്ത ഞായറാഴ്ച പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചിലരൊക്കെ വരുന്നുണ്ട്. എൻ്റെ കത്തിന് മറുപടി എഴുതില്ലേ ദേവേട്ടൻ? ഇനി ഒരു മറുപടി വേണോ താരേ? വേണം. ദേവേട്ടൻ്റെ അക്ഷരങ്ങൾ എനിക്കൊരു സാന്ത്വനമായിരിക്കട്ടെ. കാണാവുന്ന, സ്പർശിക്കാവുന്ന, അനുഭവിക്കാവുന്ന ഒരു സാന്ത്വനം. ഞാൻ എഴുതാം. അയാൾ സമ്മതിച്ചു. ദേവദത്തൻ മടങ്ങി വന്നപ്പോൾ സബ് എഡിറ്റർമാരുടെ മുറിയിൽ അനിതയോ രമേശോ ഉണ്ടായിരുന്നില്ല. രമേശ് പുറത്തുപോയിരുന്നു. അനിത എഡിറ്ററുടെ മുറിയിലായിരുന്നു. ദേവദത്തൻ DTP മുറിയിലേക്ക് പോയി. ഉച്ചവരെ അയാൾ അവിടെയിരുന്നു. ഊണ് കഴിക്കാൻ പുറത്തു വന്നപ്പോൾ അനിത ഉച്ചഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. തുറന്നുവെച്ച പൊതിയിൽ 2 പപ്സും 1 പഴം, ഗ്ലാസ്സിൽ കാപ്പി. ചില ദിവസങ്ങളിൽ അനിതയുടെ തോൾസഞ്ചിയിൽ രാവിലെ ഹോസ്റ്റലിൽ നിന്നും കൊണ്ടുവരുന്ന ചതുരാകൃതിയിലുള്ള ടിഫിൻ ബോക്സ് ഉണ്ടാവും. ചില ദിവസം അവൾ രമേശിനോടൊപ്പമോ ദേവദത്തിനോടൊപ്പമോ പുറത്തുപോയി ലഞ്ച് കഴിക്കും. ഇന്ന് ടിഫിൻ കൊണ്ടുവന്നില്ല ദേവ. ഹോട്ടലിൽ പോയി കഴിക്കാനും തോന്നിയില്ല. അതുകൊണ്ട് വേണുവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണിത്. പപ്സ് കഴിക്കുന്നോ? അനിത ചോദിച്ചു. വേണ്ട, ഇയാളെ ഞാൻ അരപ്പട്ടിണിയാക്കുന്നില്ല. ഒരു പപ്സ് കഴിച്ചതുകൊണ്ട് മാത്രം എനിക്ക് ഊണ് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ദേവദത്തൻ പറഞ്ഞു. ഞാനിനി അരിയാഹാരം ഒരു നേരമാക്കാൻ പോവുകയാണ്. നോക്കൂ, ഈയിടെയായി എനിക്ക് തടി കൂടിയിട്ടില്ലേ? ആര് പറഞ്ഞു? അനിത മെലിഞ്ഞ് കുറച്ചുകൂടി സുന്ദരിയായിട്ടേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ സത്യം പറയുന്ന ഒരാളാണ് പറഞ്ഞത് എനിക്ക് തടി കൂടുകയാണെന്ന്. ആഹാരം നിയന്ത്രിച്ചില്ലെങ്കിൽ സമീപഭാവിയിൽ ഞാനൊരു കൂറ്റൻ ചീനഭരണിയാകുമെന്നും പറഞ്ഞു. വല്ലപ്പോഴും നുണ പറയുന്ന ആൾ പറയുന്നു അനിത അപകടകരമാം വിധം സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്നെ വെറുതെ ചിരിപ്പിക്കാതെ പോയി ഊണ് കഴിച്ചിട്ട് വരൂ ദേവ. ചിരി ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും അത് ഭക്ഷണം കഴിക്കുമ്പോൾ ചിരിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാവുകയുള്ളൂ, അനിത പറഞ്ഞു. ആരാണ് അനിതയുടെ സൗന്ദര്യത്തിൽ ശ്രദ്ധാലുവായ ആ അഭ്യുദയകാംക്ഷി? ദേവദത്തൻ തിരക്കി. രഹസ്യമാണ്, പിന്നീടൊരിക്കൽ പറയാം. അത് മതി. ദേവദത്തൻ ഊണ് കഴിക്കാൻ പോയി. ഉച്ചകഴിഞ്ഞ് എഡിറ്റർ ഹരീന്ദ്രബാബുവിൻ്റെ മുറിയിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. ദേവ, ഇത് തനിക്കാണ്. റിസീവർ നീട്ടിക്കൊണ്ട് എഡിറ്റർ പറഞ്ഞു. ഹലോ ദേവദത്തൻ. ദേവ, ഞാനാണ് ഭാനു. വൈകുന്നേരം ഇതുവഴി വരാമോ? അത്യാവശ്യമായി ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. ഞാൻ 6 മണിയായിട്ടേ ഇറങ്ങൂ. അത് മതി, ഞാൻ കടയിലുണ്ടാവും. ഞാൻ വരാം. ദേവദത്തൻ റിസീവർ വെച്ചു. വലിച്ചു തീരാറായ സിഗരറ്റിൽ നിന്നും ഹരീന്ദ്രബാബു പുതിയ ഒരെണ്ണത്തിന് തീ പിടിപ്പിച്ചു. സിഗരറ്റും ചായയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഭക്ഷണം. ഒരു ദിവസം 15 ചായ, 25 30 സിഗരറ്റ്. ഭാനുചന്ദ്രനല്ലേ വിളിച്ചത്? ഹരീന്ദ്രബാബു ചോദിച്ചു. അതെ സാർ. എങ്ങനെ പോകുന്നു? അയാളുടെ പുസ്തക പ്രസിദ്ധീകരണം? റിവ്യൂവിന് ബുക്കുകൾ അയച്ച് തരാറുണ്ടല്ലോ. പുസ്തകങ്ങൾ നന്നായി വിറ്റുപോകുന്നുണ്ട് സാർ. മാസത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ ലക്ഷ്യം. ഈസിയായിട്ട് അത് സാധിച്ചു. ഈ വർഷം മാസത്തിൽ 2 വീതമാണ് പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത മാസത്തിലെ പുസ്തകങ്ങളിലൊന്ന് എൻ്റേതാണ്. എത്ര കവിതകൾ? 17 എണ്ണം. ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഒരു പഠനമോ അല്ലെങ്കിൽ അവതാരികയോ കൂടി ചേർക്കാമെന്ന് ഭാനു പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. അത് നന്നായി. നമ്മൾ അഭ്യർത്ഥിച്ച് എഴുതിക്കിട്ടുന്ന അവതാരികയോ പഠനമോ എത്ര നിഷ്പക്ഷമായാലും അതിലെ പ്രശംസ വായനക്കാർ അംഗീകരിക്കാൻ മടിക്കും. അതുതന്നെയാണ് സാർ ഞാനും വിചാരിച്ചത്. നമ്മുടെ ആഴ്ചപ്പതിപ്പിൽ അതിൻ്റെ റിവ്യൂ ദേവൻ പ്രതീക്ഷിക്കരുത്. ഇല്ല സാർ, ഞാനിവിടുത്തെ സ്റ്റാഫാണെന്ന് അറിയാവുന്ന കുറേ പേരെങ്കിലും ഉണ്ടല്ലോ. ആരെക്കൊണ്ടെങ്കിലും ഞാനത് എഴുതിച്ചതാണെന്നല്ലേ വിചാരിക്കൂ. ഹരീന്ദ്രബാബു പുഞ്ചിരിച്ചു. 5:30 ദേവദത്തൻ ഓഫീസിൽ നിന്നിറങ്ങി. വിനീത ബുക്സിലേക്ക് നടന്നു പോകാമെന്ന് അയാൾ തീരുമാനിച്ചു. 10 മിനിറ്റ് മതി. ദേവന് ഒരു സ്കൂട്ടർ വാങ്ങിക്കൂടെ എന്ന് ചിലപ്പോഴൊക്കെ ബാബു സാർ ചോദിക്കാറുണ്ട്. 2 വീലർ വാങ്ങാൻ ഓഫീസിൽ നിന്ന് ലോൺ കിട്ടും. ഡെസ്കിലാണ് ജോലി. ഓഫീസിനടുത്താണ് താമസ സ്ഥലം. അതുകൊണ്ട് ഒരു വണ്ടിയുടെ ആവശ്യം ദേവന് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. രമേശിന് മോട്ടോർ സൈക്കിളുണ്ട്. 4-5 മാസം മുൻപ് അനിത പോലും ഒരു ചെറിയ സ്കൂട്ടർ വാങ്ങി. ഒരു ചുവന്ന സണ്ണി.
തോളിൽ സഞ്ചി തൂക്കിയിട്ട് സാരിത്തുമ്പോ ഷാളോ പറപ്പിച്ച് സിറ്റിയിലൂടെ ആ ചെറിയ വാഹനത്തിൽ അവൾ പാഞ്ഞു പോകുന്നത് കണ്ട് ദേവൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 5:45 അയാൾ വിനിത ബുക്സിന്റെ ഓഫീസിൽ ചെന്നു. ഷോറൂമിനോടനുബന്ധിച്ചാണ് ഓഫീസ്. ഭാനുചന്ദ്രന് ഒരു ക്യാബിൻ. ഓഫീസിൽ സ്റ്റാഫായി ഒരു പുരുഷനും 2 സ്ത്രീകളും. ദേവദത്തൻ ചെന്നപ്പോൾ ഓഫീസിലുള്ളവരെല്ലാം പോയിക്കഴിഞ്ഞിരുന്നു. ദേവൻ ഇരിക്കൂ. 6 മണിക്ക് മുൻപ് ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഭാനു പറഞ്ഞു. നേരത്തെ ഇറങ്ങാൻ സാധിച്ചു. എന്താണ് അത്യാവശ്യമായി കാണണമെന്ന് താൻ പറഞ്ഞത്? ധൃതി വയ്ക്കാതെ നമുക്ക് ചായ കുടിച്ചിട്ട് സംസാരിക്കാം. ഭാനുചന്ദ്രൻ പുസ്തകക്കടയിൽ നിന്ന് പയ്യനെ വിളിപ്പിച്ച് ചായ കൊണ്ടുവരാൻ പറഞ്ഞു. ദേവദത്തൻ ആദ്യമായി സിറ്റിയിൽ വന്ന കാലത്ത് തന്നെ ഭാനുചന്ദ്രനെ പരിചയപ്പെട്ടിരുന്നു. ഒരു ചെറിയ ബുക്ക് ഷോപ്പിന്റെ ഉടമയായിരുന്നു അയാൾ അന്ന്. ഭാര്യയുടെ പേരിലുള്ള വിനീത ബുക്ക് ഹൗസ്. പുതിയ പുസ്തകങ്ങൾ നോക്കുവാനാണ് ദേവദത്തൻ ആദ്യം അവിടെ പോയിരുന്നത്. ദേവൻ ഒരു കവിയാണെന്നറിഞ്ഞപ്പോൾ ഭാനുചന്ദ്രൻ കൂടുതലെടുത്തു. നല്ല വായനക്കാരനും സഹൃദയനുമാണ് ഭാനു. ഒരു പുസ്തക പ്രസിദ്ധീകരണശാല തുടങ്ങണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ദേവദത്തനാണ് അതിന് പ്രേരണയും പ്രോത്സാഹനവും നൽകിയത്. തുടക്കം എളിയ നിലയിലായിരുന്നെങ്കിലും 2 വർഷം കൊണ്ട് വിനീത ബുക്സ് പ്രശസ്തമായി. വിനീത ബുക്സ് പ്രസാധനം ചെയ്ത പല പുസ്തകങ്ങളും എഡിറ്റ് ചെയ്തത് ദേവദത്തനാണ്. ഒരു കവിതാ സമാഹാരം ഇറക്കാൻ അന്നു മുതൽ ഭാനു നിർബന്ധിക്കുകയാണ്. പക്ഷേ ദേവദത്തൻ മടിച്ചു നിന്നതേയുള്ളൂ. ആദ്യ സമാഹാരത്തിൽ ഏറ്റവും നല്ല കവിതകൾ തന്നെ ഉൾപ്പെടുത്തണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. ഏറ്റവും നല്ല കവിതകൾ എഴുതാനിരിക്കുന്നതേയുള്ളൂ എന്നായിരുന്നു വിശ്വാസം. പക്ഷേ ഒടുവിൽ ഭാനുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങുകയാണ് ചെയ്തത്. ചായ വന്നു. തൻ്റെ കവിതകൾ DTPയിൽ കമ്പോസ് ചെയ്തു കഴിഞ്ഞു. പ്രിൻ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. പ്രൂഫ് നോക്കി തന്നാൽ ഉടൻ പ്രസിൽ കൊടുക്കാം. കല്യാണം പ്രമാണിച്ച് പ്രേമ ലീവിലാണ്. അല്ലെങ്കിൽ തൻ്റെ കവിതകളുടെ പ്രൂഫ് താൻ തന്നെ നോക്കുന്നതല്ലേ നല്ലത്? ഭാനു പറഞ്ഞു. ഓഫീസ് ജോലികൾക്കൊപ്പം പ്രേമ പ്രൂഫ് വായനയും നടത്തും. ഭാനുവിൻ്റെ അനുജത്തിയാണ്. MA കഴിഞ്ഞപ്പോൾ വെറുതെ ഓഫീസിലിരുത്തിയതാണ്. കവർ ആരാണ് ഭാനു വരയ്ക്കുന്നത്? ദേവദത്തൻ ചോദിച്ചു. അക്കാര്യം പറയാനാണ് താൻ വരാൻ പറഞ്ഞത്. സാക്ഷാൽ PR ചന്ദ്രശേഖരനാണ് തൻ്റെ പുസ്തകത്തിൻ്റെ കവർ ചെയ്യുന്നത്. വിജയഭാവത്തിൽ ഭാനു പറഞ്ഞു. നേരോ? നേര്. കവിതകൾ കൊടുത്തയക്കാൻ പറഞ്ഞു. നാളെ ഞാൻ കോപ്പിയെടുത്ത് കൊടുക്കുന്നുണ്ട്. പ്രശസ്തനായ ചിത്രകാരനാണ് PRC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന PR ചന്ദ്രശേഖരൻ. 3 മാസം മുൻപ് അയാളുടെ പെയിൻറ്റിങ്ങുകളുടെ ഒരു എക്സിബിഷൻ ടൗൺ ഹാളിൽ നടത്തിയിരുന്നു. അനിതയാണ് അത് കവർ ചെയ്തത്. ചിത്രകാരനുമായി അനിത നടത്തിയ അഭിമുഖ സംഭാഷണവും ആഴ്ചപ്പതിപ്പിൽ കൊടുത്തിരുന്നു. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ചായ വേണോ അതോ വിസ്കി മതിയോ എന്നാണ് അയാൾ എന്നോട് ചോദിച്ചത്. ചായ മതിയെന്നാ ദേവ ഞാൻ പറഞ്ഞത്. അപ്പോൾ അയാളുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരിയാണ് കണ്ടത്. ഇൻ്റർവ്യൂ നടത്തിയിട്ട് തിരിച്ചു വന്ന അനിത പറഞ്ഞു. അയാൾ പരിഹസിച്ചതാവില്ല. കലാകാരന്മാർ വിചിത്ര സ്വഭാവമുള്ളവരാണ്. ദേവദത്തൻ പറഞ്ഞു. ആയിരിക്കാം. പക്ഷേ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് നന്നായി മദ്യപിക്കാൻ സാധിക്കുമെന്ന് അയാളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുണ്ട് എനിക്ക്. അതുപോകട്ടെ, ഇൻ്റർവ്യൂ സക്സസ് ആയിരുന്നോ? ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ മറുപടി കിട്ടി. പക്ഷേ അയാളുടെ കണ്ണുകൾ സകല സമയത്തും എൻ്റെ ശരീരത്ത് ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. ഞാനത് കണ്ടില്ലെന്ന് നടിച്ചു. എൻ്റെ അഭിനയം അയാൾ ശരിക്കും ആസ്വദിച്ചു. അതാണെനിക്ക് സഹിക്കാൻ കഴിയാഞ്ഞത്. PRCയെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. പ്രലോഭിപ്പിക്കുന്ന വേഷമായിരിക്കും അനിത ഇന്നലെ ധരിച്ചത്. ഹേയ്, ചുരിദാറും കുർത്തയും. ധൃതിയിൽ ഷാൾ എടുക്കുവാൻ മറന്നു എന്നത് സത്യം. അതോർത്ത് ദേവദത്തൻ പൊട്ടിച്ചിരിച്ചു. എന്താണ് താൻ ചിരിക്കുന്നത്? ഭാനു ചോദിച്ചു. വെറുതെ, ദേവദത്തൻ പറഞ്ഞു. ഭാനുചന്ദ്രൻ കൊടുത്ത പ്രിൻ്റ് ഔട്ട് അയാൾ കൗതുകപൂർവ്വം പരിശോധിച്ചു. അധ്യായം 19. ദേവദത്തൻ വിനീത ബുക്ക് ഹൗസിൽ നിന്നിറങ്ങിയപ്പോൾ 8 മണി കഴിഞ്ഞു. ബുക്ക് സ്റ്റാൾ പൂട്ടി. ഭാനുചന്ദ്രനും ഇറങ്ങി. താൻ എവിടുന്നാ അത്താഴം കഴിക്കുന്നേ? ഭാനു ചോദിച്ചു. അന്നപൂർണയിൽ നിന്ന്. ചപ്പാത്തി കഴിക്കുകയാണ് പതിവ്, ദേവദത്തൻ പറഞ്ഞു. എന്നാൽ കയറ്, തന്നെ ഞാനവിടെ കൊണ്ടുവിടാം. ഭാനുചന്ദ്രന് സ്കൂട്ടറുണ്ട്. പക്ഷേ അയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കല്ല അന്നപൂർണ. താൻ വെറുതെ ബുദ്ധിമുട്ടണ്ട, ഞാനൊരു ഓട്ടോയിൽ പോയിക്കോളാം. കയറടോ. അന്നപൂർണയിലെ ചപ്പാത്തി എനിക്കും ഇഷ്ടമാണ്. ദേവദത്തൻ സ്കൂട്ടറിൻ്റെ പിൻസീറ്റിലിരുന്നു. കവിതകളുടെ പ്രിൻ്റ് ഔട്ട് ഒരു പോക്കറ്റിലിട്ട് ഭാനുചിത്രം കൊടുത്തത് താഴെ വീണു പോകാതിരിക്കാൻ അയാൾ കക്ഷത്തിൽ ഇറുകെ പിടിച്ചു. അന്നപൂർണയുടെ മുന്നിൽ എത്തിയപ്പോൾ ഒഴിഞ്ഞ ഒരു സ്ഥലം നോക്കി ഭാനുചന്ദ്രൻ സ്കൂട്ടർ വെച്ചു. ഞാൻ വിചാരിച്ചു താൻ വെറുതെ തമാശയ്ക്ക്. അല്ല ദേവ, എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട്. സാധാരണ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാറുള്ളതാണ്. ഇന്നത് പറ്റിയില്ല.
റെസ്റ്റോറൻറ്റിൽ ചെന്ന ആളില്ലാത്ത ഒരു മൂലയിൽ അവർ ഇരുന്നു. ദേവദത്തനാണ് ഓർഡർ ചെയ്തത്. പ്രൂഫ് നോക്കിയിട്ട് നാളെ തന്നെ ഇത് തിരിച്ചു തരാമോ? ഉടൻ പ്രസിൽ കൊടുക്കണം. ഈ ആഴ്ച കവർ തിരിച്ചു തരുമെന്നാണ് PRC പറഞ്ഞിരിക്കുന്നത്. ഭാനു പറഞ്ഞു. ഇന്നിത് നോക്കിക്കഴിഞ്ഞ് ഞാൻ ഉറങ്ങൂ, പോരെ? പ്രേമ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ബുദ്ധിമുട്ടാൻ പോകുന്നേ. ഇപ്പോൾ പ്രൂഫ് റീഡിങ്ങും ഓഫീസ് വർക്കും അവളല്ലേ ചെയ്യുന്നത്. ഇനി പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണം. പ്രേമയുടെ കല്യാണത്തിന് കഷ്ടിച്ച് 1 മാസം കൂടിയേ ഉള്ളൂ. നല്ല പ്രതിഫലം തന്നാൽ ഒഴിവു നേരത്ത് ഞാൻ വന്ന് പ്രൂഫ് നോക്കിത്തരാം, ദേവദത്തൻ തമാശ പറഞ്ഞു. പെങ്ങളാണെങ്കിലും പ്രേമയ്ക്ക് ഞാൻ 1500 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. പ്രൂഫ് റീഡിംഗ് മാത്രം പോരാ, അത്യാവശ്യം വേണ്ട എഴുത്തുകുത്തുകളും മറ്റു ജോലികളും ചെയ്യേണ്ടി വരും. അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ലടോ. താനൊരു പരസ്യം കൊടുക്ക്. വാണ്ടഡ് എ സ്മാർട്ട് യങ് എഡ്യൂക്കേറ്റഡ് ലേഡി ഓഫീസ് ക്ലർക്ക്. പരിചയത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും വന്നു. ആദ്യത്തേത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാനുചന്ദ്രൻ ഒരു പ്ലേറ്റിനുകൂടി പറഞ്ഞു. മൂക്കുമുട്ടെ തട്ടിയിട്ട് വീട്ടിൽ ചെന്ന് അത്താഴം കഴിക്കാതിരുന്നാൽ തൻ്റെ ഭാര്യ പിണങ്ങും. അത് മറക്കണ്ട, ദേവദത്തൻ ഓർമ്മിപ്പിച്ചു. വിനീത വീട്ടിലില്ല, അവളുടെ വീട്ടിലേക്ക് പോയേക്കുവാണ്. അതല്ലേ ഇന്ന് അന്നം അന്നപൂർണയിലാക്കാമെന്ന് വെച്ചത്. ഭക്ഷണം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി. വേണമെങ്കിൽ തന്നെ വീട്ടിൽ കൊണ്ടുചെന്ന് വിടാം. എനിക്കിന്ന് ധൃതിയൊന്നുമില്ല, ഭാനുചന്ദ്രൻ പറഞ്ഞു. വേണ്ടടോ, ഞാൻ നടന്നോളാം. അത്താഴം കഴിഞ്ഞ് ഇത്തിരി നടക്കുന്നത് നല്ലതാ. അത് പണ്ടത്തെ സംബന്ധക്കാരുടെ ഫിലോസഫിയല്ലേ? ദേവദത്തൻ ചിരിച്ചു. ഭാനുചന്ദ്രൻ യാത്ര പറഞ്ഞു പോയി. വീട്ടിൽ ചെന്നപ്പോൾ ജോർജ് ചേട്ടനും സിസ്ലിയമ്മ ടീച്ചറും മുറ്റത്ത് കസേരകളിട്ട് ഇരിക്കുന്നു. എന്താ ദേവദത്ത, വൈകിയേ? ജോർജ് ചേട്ടൻ ചോദിച്ചു. ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി ചേട്ടാ. ഭക്ഷണം കഴിച്ചിട്ടാണോ വരുന്നേ? സിസ്ലിയമ്മ ടീച്ചർ ചോദിച്ചു. കഴിച്ചു ടീച്ചറെ. ഞങ്ങൾ വെറുതെ കാറ്റുകൊള്ളാനിരിക്കുക. അതിനെന്താ, നടക്കട്ടെ. ദേവദത്തൻ കോണിപ്പടി കയറി മുകളിലേക്ക് ചെന്ന് മുറി തുറന്നു. താഴെ ഗേളിയുടെ മുറിയിൽ നിന്ന് താഴ്ന്ന ശബ്ദത്തിൽ ഒരു ചലച്ചിത്ര ഗാനം ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഷർട്ടഴിച്ചിട്ട് ഒരു മുണ്ടെടുത്ത് ഉടുത്തുകൊണ്ട് ദേവദത്തൻ കവിതകളുടെ പ്രൂഫ് നോക്കാനിരുന്നു. വായന എളുപ്പമായിരുന്നു. പറയത്തക്ക അക്ഷരത്തെറ്റൊന്നും കാണാൻ കഴിഞ്ഞുമില്ല. 11 വായന തീർന്നു. അപ്പോഴാണ് അയാൾക്ക് താരയുടെ കത്തിനെക്കുറിച്ച് ഓർമ്മ വന്നത്. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് അതെടുത്ത് ഒരിക്കൽ കൂടി വായിച്ചു. അവൾ മറുപടിക്ക് കാത്തിരിക്കും. അപ്പോൾ തന്നെ അവൾക്ക് അല്പം നീണ്ട ഒരു കത്തെഴുതി കവറിലിട്ട് ഒട്ടിച്ചു വെച്ചു. നാളെ ഓഫീസിലേക്ക് പോകുമ്പോൾ പോസ്റ്റ് ചെയ്യാം. പിന്നെ സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ അനിത മാത്രമുണ്ട് മുറിയിൽ. മേശപ്പുറത്ത് കൈ മടക്കി വെച്ച് അതിൽ മുഖം അമർത്തി കുനിഞ്ഞിരിക്കുന്നു. കാൽപ്പെരുമാറ്റം കേട്ട് അവൾ തലയുയർത്തി ദേവദത്തിനെ ഒന്ന് നോക്കി. ഒട്ടും പ്രസന്നമായിരുന്നില്ല അവളുടെ മുഖം. എന്തുപറ്റി അനിതേ? അയാൾ ചോദിച്ചു. ഒരു സുഖമില്ലായ്മ. വിളറിയ ചിരിയോടെ അവൾ പറഞ്ഞു. മനസ്സിനോ ശരീരത്തിനോ? ശരീരത്തിന്. പെണ്ണുങ്ങൾക്ക് മാത്രം കിട്ടിയ കുരിശ്. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ചില്ല. എന്താണ് പാക്കറ്റ്? അനിതയുടെ ജിജ്ഞാസയുണർന്നു. ഞാൻ അനിതയോട് പറഞ്ഞിരുന്നില്ലേ, വിനീത ബുക്സ് എൻ്റെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്ന കാര്യം? അതിൻ്റെ പ്രൂഫാണ്. എന്നാണ് പ്രസിദ്ധീകരണം? അടുത്ത മാസം. കവർ വരയ്ക്കുന്നത് ആരാണെന്നറിയാമോ? അനിതയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രകാരനാണ്. ആരാണ് മഹാൻ? സാക്ഷാൽ PRC. PR ചന്ദ്രശേഖരൻ. ആശ്ചര്യത്തോടെ അനിത ചോദിച്ചു. അതെ എന്നർത്ഥത്തിൽ ദേവദത്തൻ തലകുലുക്കി. എങ്ങനെ സമ്മതിച്ചു? അദ്ദേഹം ഇതുവരെ പുസ്തകങ്ങൾക്ക് കവർ വരച്ചിട്ടുള്ളതായി അറിയില്ലല്ലോ. എൻ്റെ കവിതാ പുസ്തകത്തിന് കവർ വരയ്ക്കാൻ സാധിക്കുക എന്നത് ഒരു മഹാഭാഗ്യമായി PRCക്ക് തോന്നിക്കാണും. വിചിത്ര ജീവിയാണ് PRC. സകല ദുർഗുണങ്ങളുമുണ്ട്. പക്ഷേ കലാകാരൻ എന്ന പേരിന് 100% അർഹൻ. ചിത്രകാരൻ എന്ന് പറയൂ. അത് ഒരു കല മാത്രമല്ല, മറ്റു പല കലകളിലും ഒന്നാം കിടക്കാരനാണ്, അനിത പറഞ്ഞു. പിന്നീട് കണ്ടിരുന്നോ അദ്ദേഹത്തെ? ദേവദത്തൻ ചോദിച്ചു. അനിത എഴുന്നേറ്റ് വന്ന് അയാളുടെ മേശയുടെ എതിർവശത്തുള്ള കസേരയിലിരുന്നു. അന്നത്തെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2-3 തവണ ഞാൻ PRCയെ കണ്ടിരുന്നു. ഒരു സംഗീത കച്ചേരി കേൾക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് എനിക്ക് സീറ്റ് കിട്ടിയത്. പിന്നെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന സൽക്കാരത്തിനും കണ്ടു. എവിടെ ചെന്നാലും ആരാധികമാരുണ്ട് PRCക്ക്, അനിത പറഞ്ഞു. ചിത്രകാരൻ മാത്രമല്ലല്ലോ, ഭേദപ്പെട്ട ഒരു സുന്ദരൻ കൂടിയല്ലേ. ഞാനിത്തിരി റിസർച്ച് വർക്ക് ചെയ്തു ദേവ. അറിയാമോ, അയാൾക്ക് ഒരുപാട് കാമുകിമാരുണ്ട്. പല പ്രായത്തിലുള്ളവർ, ചിലർ അയാളേക്കാൾ മുതിർന്നവർ. വെറും സൗഹൃദത്തിലൊന്നുമല്ല അയാൾക്ക് താല്പര്യം. അയാൾ അനിതയെയും വീഴ്ത്തിയോ? ചിരിയോടെ ദേവദത്തൻ ചോദിച്ചു. ഒരു ശ്രമം നടത്താതിരുന്നില്ല.
അടുത്തയാഴ്ച അയാൾ തിരുനെല്ലിയിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ടത്രേ. കാട്ടിൽ ചെന്ന് കുറച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ എന്നെയും ക്ഷണിച്ചു. പറഞ്ഞതെന്താണെന്നോ, ഏതൊരു ആർട്ടിസ്റ്റിൻ്റെയും സ്വപ്നമാണത്രേ എൻ്റെ ശരീരം. എന്താണ് ഉദ്ദേശമെന്ന് ഞാനപ്പോൾ ചോദിച്ചു. ന്യൂഡ് സ്റ്റഡിയിലാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞു. വഷളൻ. ദേവദത്തൻ പൊട്ടിച്ചിരിച്ചു. അനിത എന്തു പറഞ്ഞു? ജീവിക്കാൻ ആവശ്യത്തിനുള്ള പണം പത്രം ഓഫീസിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. മിടുക്കിയാണല്ലോ. എനിക്കതല്ല ദേവ അത്ഭുതം. അയാളുടെ ഈ സ്വഭാവം നന്നായി അറിയാവുന്ന പല സ്ത്രീകളും കുഴലൂത്തുകാരൻ്റെ പാട്ടിന് പിന്നാലെ പോകുന്ന എലികളെപ്പോലെ ചെല്ലുന്നല്ലോ എന്നോർക്കുമ്പോഴാണ്. നിങ്ങളുടെയൊക്കെ മനസ്സ് കണ്ടവരാരുമില്ലല്ലോ അനിതേ. ഹരീന്ദ്രബാബു അപ്പോൾ അനിതയെ വിളിപ്പിച്ചതിനാൽ സംസാരം നിലച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് താരയ്ക്കുള്ള കത്ത് പോസ്റ്റ് ചെയ്തില്ലല്ലോ എന്നോർത്തത്. പത്രം ഓഫീസിന് മുന്നിലുള്ള എഴുത്തുപെട്ടിയിൽ അതിട്ടു. പിറ്റേ ദിവസം അയാൾക്ക് വീട്ടിൽ നിന്ന് അമ്മയുടെ കത്ത് കിട്ടി. ഞായറാഴ്ച വീട്ടിലേക്ക് ചെല്ലണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത്. അന്ന് ഊർമിളയുടെ വീട്ടിൽ നിന്ന് ചിലരൊക്കെ വരാനിരിക്കുകയാണല്ലോ. ശനിയാഴ്ച വൈകുന്നേരം ദേവദത്തൻ വീട്ടിലേക്ക് പോയി. ചെന്നപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. എന്താ നീ ഇത്ര വൈകിയേ? പത്മാവതി അമ്മ ചോദിച്ചു. 8 മണിയായതല്ലേ ഉള്ളൂ അമ്മേ. ഉച്ച കഴിഞ്ഞാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. ദാസേട്ടൻ വന്നല്ലേ? വന്നു. കുളിക്കുകയാണെന്ന് തോന്നുന്നു. ദേവദത്തൻ വേഷം മാറ്റി വന്നപ്പോഴേക്കും കുളി കഴിഞ്ഞ് ദാസനെത്തി. നീ എപ്പം വന്നു? ദാസൻ ചോദിച്ചു. ദാ ഇപ്പോഴെത്തിയതേ ഉള്ളൂ ദാസേട്ടാ. നിനക്ക് ചായ എടുക്കട്ടെ? അമ്മ വന്ന് ചോദിച്ചു. വേണ്ടമ്മേ, നല്ല വിശപ്പുണ്ട്. ചോറ് വിളമ്പിക്കോളൂ. അപ്പോഴത്തേക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ദേവദത്തൻ കുളിമുറിയിലേക്ക് പോയപ്പോൾ എണ്ണയും തോർത്തും കൊണ്ട് സുഭദ്ര പിന്നാലെ ചെന്നു. ദാസേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ട് സുഭദ്രേ? എണ്ണ വാങ്ങി തലയിൽ തേച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. വലിയ മാറ്റമുണ്ട് കൊച്ചേട്ടാ. ഇപ്പോൾ ഇങ്ങോട്ട് കുപ്പി കൊണ്ടുവരാറില്ല. അതാണോ മാറ്റം? കുടിച്ചിട്ടാണോ വരവ്? വല്ലപ്പോഴും മാത്രം. ദേവൻ ചിരിച്ചു. പക്ഷേ സുബോധമില്ലാത്ത മട്ടിൽ വന്നിട്ടില്ല. അത്രയും ആശ്വാസം. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ഊർമിളയുടെ വീട്ടിൽ നിന്ന് അച്ഛൻ ശിവശങ്കരൻ നായരും 2 അമ്മാവന്മാരും ഒരു ഇളയച്ഛനും വന്നു. ദേവദത്തനാണ് എല്ലാവരെയും സ്വീകരിച്ചിരുത്തിയത്. സംസാരിക്കുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കാത്തവരായിരുന്നു അമ്മാവന്മാർ. നാട്ടിൻപുറത്തുകാരുടെ നിഷ്കളങ്കതയുള്ളവർ. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർ കാര്യത്തിലേക്ക് കടന്നു. കണ്ടിടത്തോളം മാത്രമല്ല അറിഞ്ഞിടത്തോളവും ഞങ്ങൾക്കെല്ലാവർക്കും തൃപ്തിയായി പത്മാവതിയമ്മേ. ജാതകവും നല്ല പൊരുത്തമാ. എന്നാൽ പിന്നെ നമുക്ക് ഈ ബന്ധമങ്ങ് ഉറപ്പിച്ചാലെന്താ? ശിവശങ്കരൻ നായർ ചോദിച്ചു. അതിനെന്താ, ഞങ്ങൾക്കും അക്കാര്യത്തിൽ സന്തോഷമേ ഉള്ളൂ അല്ലേ ദേവ? പത്മാവതിയമ്മ പ്രസന്നവദനയായി ദേവദത്തനെ നോക്കി. അതെ. ദാസൻ പുഞ്ചിരിയോടെ നിശബ്ദനായി നിന്നതേയുള്ളൂ. ഈ മാസം തന്നെ നമുക്ക് കല്യാണം നിശ്ചയം നടത്താം. മുഹൂർത്തം ഒത്തുവരുന്നുണ്ടെങ്കിൽ അടുത്ത മാസം കല്യാണവും, വല്യമ്മാവൻ പറഞ്ഞു. പത്മാവതിയമ്മയ്ക്ക് അത് സമ്മതമായിരുന്നു. 28-ാം തീയതി ഞായറാഴ്ചയാണല്ലോ. അന്ന് നിശ്ചയം നടത്തിയാലോ? ഇളയച്ചൻ ചോദിച്ചു. ആയിക്കോട്ടെ. ഇനി 2-3 ആഴ്ചയുണ്ടല്ലോ. വിളിക്കാനും പറയാനുമൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ട്, പത്മാവതിയമ്മ പറഞ്ഞു. പ്രതീക്ഷിച്ചതിലും വേഗമാണ് എല്ലാം തീരുമാനിക്കപ്പെട്ടത്. ഊണ് കഴിഞ്ഞ് സന്തോഷത്തോടെ അവർ മടങ്ങി. പത്മാവതിയമ്മയ്ക്ക് സമാധാനമായി. എല്ലാം ഇത്ര ധൃതിയായി പോയില്ലേ അമ്മേ? അവർ പോയി കഴിഞ്ഞപ്പോൾ ദാസൻ ചോദിച്ചു. എന്താ, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പാളിച്ചകളുണ്ടായിട്ടുണ്ടോ ദാസേട്ടാ? ദേവദത്തൻ ചോദിച്ചു. അതല്ലടാ, ഈ മാസം കല്യാണ നിശ്ചയം, അടുത്ത മാസം കല്യാണം. എല്ലാം കണ്ണടച്ച് തുറക്കും മുൻപേ. എന്തൊക്കെയായാലും 2-3 മാസത്തെ സമയം കിട്ടുമെന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ, ദാസൻ പറഞ്ഞു. എങ്കിൽ ഒരു 3 മാസം കൂടെ തോന്നിയാസം നടക്കായിരുന്നു അല്ലേ? ദേവദത്തൻ കളിയാക്കി. പോടാ, ഇനിയിപ്പോൾ വെറുതെ ഇരുന്നാൽ പറ്റില്ല. നിശ്ചയത്തിന് പോകാൻ ആരൊക്കെയാണെന്ന് വെച്ചാൽ ക്ഷണിക്കണം. പിന്നെ ബാക്കി ഏർപ്പാടുകളൊക്കെ ചെയ്യണം, പത്മാവതി അമ്മ പറഞ്ഞു. എനിക്കെപ്പോഴും ലീവെടുത്ത് വരാനൊന്നും പറ്റില്ലെന്ന് അറിയില്ലേ? അമ്മയും ദാസേട്ടനും കൂടി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, ദേവദത്തൻ പറഞ്ഞു. എന്തായാലും നവവരൻ്റെ മുഖത്ത് ഒരു തെളിച്ചമുക്കയുണ്ട് അല്ലേ കൊച്ചേട്ടാ? സുഭദ്ര ചോദിച്ചു. നവവരന് ചില പെരുമാറ്റച്ചട്ടങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും. കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്ന് പരിശീലിപ്പിക്കാൻ ഒരു നല്ല നടപ്പ്, പത്മാവതി അമ്മ പറഞ്ഞു. അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അമ്മേ, അതിന് ഞാൻ... ദാസൻ പ്രതിഷേധിച്ചു. ചില ദിവസം ഓഫീസിൽ നിന്ന് താമസിച്ചു വരുമ്പം നീ അത്താഴം ഉണ്ണാതെ കിടക്കുന്നതിൻ്റെ കാരണം എനിക്കറിയത്തില്ലെന്നാണോ നിന്റെ വിചാരം? ദാസൻ തല ചൊറിഞ്ഞു നിന്നു. അത് കണ്ട ദേവദത്തൻ ചിരിച്ചുകൊണ്ട് കളിയാക്കി. ഉപവാസമായിരിക്കും അമ്മേ, വല്ലപ്പോഴും പട്ടിണി കിടക്കുന്നത് നല്ലതാ. അമ്മ ഒന്ന് അമർത്തി മൂളിയതേയുള്ളൂ. പിറ്റേ ദിവസം ദേവദത്തൻ മടങ്ങി വന്നു.
ഉച്ചയായിട്ടും അനിത ഓഫീസിൽ വന്നില്ല. നമ്മുടെ അനിതയ്ക്കെന്തു പറ്റി? അയാൾ രമേശിനോട് ചോദിച്ചു. തന്നോട് പറഞ്ഞില്ലേ? ഓ, താൻ വീട്ടിൽ പോയേക്കുമായിരുന്നല്ലോ. അനിത തിരുനെല്ലിക്ക് പോയി. തിരുനെല്ലിക്കോ? ദേവദത്തൻ അത്ഭുതപ്പെട്ടു. അതെ, അവിടല്ലേ കാടിൻ്റെ നടുവിൽ ഒരു ക്ഷേത്രവും പാപനാശിനിയും. 3 ദിവസം കഴിഞ്ഞേ വരുമെന്നാണ് അവൾ പറഞ്ഞത്. വിദൂരതയിൽ എവിടെയോ അനിതയുടെ പൊട്ടിച്ചിരി ദേവദത്തൻ കേട്ടു. അധ്യായം 20. ഫോൺ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ ദേവദത്തൻ്റെ കത്തിനു വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയതാണ് താര. ഉച്ചയ്ക്കാണ് പോസ്റ്റ്മാൻ വരിക. അയാളുടെ സൈക്കിൾ ബെല്ലിൻ്റെ ഒച്ച കൃത്യമായി ഇപ്പോൾ അവൾക്കറിയാം. അറിയാവുന്ന മറ്റൊരു സൈക്കിൾ ബെൽ ജോയിയുടേതാണ്. പോസ്റ്റ്മാൻ വരുന്നതും നോക്കി എന്നും ഗേറ്റിനടുത്ത് പോയി നിൽക്കും. ആ നേരത്താണ് ചിലപ്പോൾ അമ്മ ഊണ് കഴിക്കാൻ വരിക. കാർ വരുന്നത് കാണുമ്പോൾ താര അകത്തേക്ക് പോകും. ദിവസവും ആരുടെയെങ്കിലുമൊക്കെ കത്തുകൾ ഉണ്ടാവാറുണ്ട്. കൂടെ പഠിച്ചവരുടെ, ഹോസ്റ്റലിലുണ്ടായിരുന്ന കൂട്ടുകാരികളുടെ. അന്നുച്ചയ്ക്ക് കൗസല്യാദേവിയും താരയും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോസ്റ്റ്മാൻ്റെ സൈക്കിൾ ബെല്ല് മുഴങ്ങിയത്. എഴുന്നേറ്റ് ഓടിച്ചെല്ലാൻ തോന്നി അവൾക്ക്. പക്ഷേ അമ്മ പോസ്റ്റ്മാനാണെന്ന് തോന്നുന്നു. ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ താര പറഞ്ഞു, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ദേവകി പോയി. തനിക്കുള്ള കത്തുകൾ അമ്മയുടെ കയ്യിൽ ദേവിക്ക് കൊടുക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു താരയ്ക്ക്. സംശയം തോന്നിയാൽ അമ്മ ചിലപ്പോൾ തുറന്നു നോക്കിയെന്ന് വരാം. മുൻപ് 1-2 തവണ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂട്ടുകാരികളുടെ കത്തുകളായിരുന്നു. ചിലപ്പോൾ ആൺകുട്ടികൾ ആശംസ കാർഡുകൾ അയച്ചിട്ടുമുണ്ട്. 3 കത്തുകളും 2 മാസികകളുമായിട്ടാണ് ദേവകി വന്നത്. പെട്ടെന്ന് താര അവ കൈനീട്ടി വാങ്ങിച്ചു. കത്തുകളിലൊന്ന് അല്പം തടിച്ച് വെളുത്ത് നീണ്ട കവറായിരുന്നു. അത് ദേവദത്തിൻ്റേതാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. അവളുടെ ഹൃദയം ത്രസിച്ചു. ഒരു കത്ത് കൗസല്യദേവിയുടെ പേരിലായിരുന്നു. അവളത് അമ്മയ്ക്ക് കൊടുത്തു. ആരുടെയാ താരെ കത്തുകൾ? അമ്മ ചോദിച്ചു. ഒന്ന് അനിലയുടേതാ അമ്മേ, മറ്റേത് ശ്രീലേഖയുടേതാണെന്ന് തോന്നുന്നു. താര ധൃതിയൊന്നും കാട്ടാതെ മെല്ലെ ഊണ് കഴിച്ച് എഴുന്നേറ്റു. മുറിയിൽ ചെന്ന് വാതിലടച്ച് അവൾ ആദ്യം ദേവദത്തിൻ്റെ കത്താണ് പൊട്ടിച്ചത്. എത്ര പേജുണ്ടെന്ന് ആദ്യം നോക്കി. 3 കടലാസുകൾ. 6 പേജുകൾ നിറയെ ദേവേട്ടൻ എഴുതിയിരിക്കുന്നു. തലയണ ഉയർത്തിവെച്ച് ചാരിയിരുന്നു കൊണ്ടാണ് താര ആ കത്ത് വായിച്ചത്. കവിത പോലെയാണ് ദേവേട്ടൻ്റെ ഭാഷ. അക്ഷരങ്ങൾക്ക് പോലും പ്രത്യേക വ്യക്തിത്വമുണ്ട്. മുഴുവനും വായിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ഒരു ശാന്തത അനുഭവപ്പെട്ടു. ഒരു സമാധാനം, വിശ്വാസം, ആത്മധൈര്യം. എപ്പോൾ വിളിച്ചാലും അടുത്തെത്താൻ ഒരാളുണ്ട്. ഒരാവൃത്തി കൂടി കത്ത് വായിച്ച ശേഷമാണ് അവൾ അനിലയുടെ കത്തെടുത്തത്. അനിലയുടെ വീട്ടിൽ തിരക്കിട്ട കല്യാണാലോചനകൾ നടക്കുന്നു. അവൾക്ക് സന്തോഷം. ഇനി എന്തായാലും പഠിക്കാൻ വയ്യ. ജോലി വേണമെന്ന് നിർബന്ധമില്ല. അച്ഛൻ ഒരു ബ്രോക്കറെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് താരെ. എനിക്കൊരു വരനെ കണ്ടുപിടിക്കാൻ. അയാൾ കഴിഞ്ഞ ദിവസം 3 പയ്യന്മാരുടെ ഫോട്ടോകൾ കൊണ്ടുവന്ന് കാണിച്ചു. 3 പേരും സുന്ദരന്മാർ. ആരെ തിരഞ്ഞെടുക്കണമെന്ന് നേരിൽ കണ്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് തീരുമാനിക്കണമെന്ന് വിചാരിക്കുന്നു. ഒരേ മാർക്കാണ് 3 പേർക്കും കിട്ടുന്നതെങ്കിൽ എന്തു ചെയ്യാം? നറുക്കിടുക തന്നെ. അനിലയുടെ കത്ത് വായിച്ച താര ചിരിച്ചുപോയി. അപ്പോഴാണ് വാതിൽ തുറന്ന് കൗസല്യദേവി കടന്നു വന്നത്. ദേവദത്തിൻ്റെ കത്ത് മെത്തയുടെ കീഴിൽ വച്ചു കഴിഞ്ഞിരുന്നതിനാൽ താരയ്ക്ക് പരിഭ്രമം തോന്നിയില്ല. എന്താ നീ തനിച്ചിരുന്ന് ചിരിക്കുന്നേ? കൗസല്യ ചോദിച്ചു. അനിലയുടെ കത്ത് വായിച്ചമ്മേ. എന്ത് തമാശയാ അവൾ എഴുതിയിരിക്കുന്നേ? തരൂ നോക്കട്ടെ. കൈ നീട്ടിക്കൊണ്ട് അമ്മ ചോദിച്ചു. അവൾ അനിലയുടെ കത്ത് കൊടുത്തു. മറ്റേ കത്ത് എവിടെയെന്ന് അമ്മ ചോദിക്കുമോ എന്ന് അവൾ ഭയപ്പെടുകയും ചെയ്തു. നിർദോഷകമായ കത്തായിരുന്നു അനിലയുടേത്. അമ്മ അത് ശ്രദ്ധാപൂർവം വായിക്കുന്നത് നോക്കി താരയിരുന്നു. കണ്ടില്ലേ, അച്ഛനമ്മമാരുടെ ചുമതലയാ മക്കൾ പ്രായമായാൽ കല്യാണം കഴിപ്പിക്കുക എന്നത്. നിന്നെപ്പോലല്ല അനില. പ്രായോഗിക ബുദ്ധിയുള്ളവൾ അവൾ. എല്ലാം അതതിൻ്റെ സമയത്ത് നടക്കണം താരെ. കല്യാണവും വീടുണ്ടാക്കലും കുടുംബമാകലും നേരത്തെയാകാനും പാടില്ല. കത്ത് താരയെ ഏൽപ്പിച്ചിട്ട് കൗസല്യദേവി മുറിവിട്ടുപോയി. താര ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. സിയാറിനെ ഏർപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് പിന്നീട് ഒന്നും അറിഞ്ഞില്ലല്ലോ എന്ന് അപ്പോഴാണ് കൗസല്യദേവി ഓർത്തത്. താരയുടെ വിവാഹം എത്രയും വേഗം നടത്തണം. അധികം നീട്ടാൻ വയ്യ. റിസൾട്ട് അറിയും മുൻപ് കല്യാണം നടന്നാൽ അത്രയും നല്ലത്. നല്ല മാർക്ക് വാങ്ങി അവൾ ജയിക്കും. അക്കാര്യത്തിൽ സംശയമില്ല. ഇനിയും എന്തെങ്കിലും പഠിപ്പിക്കണമെന്ന് അവൾ പറയും. അതനുവദിച്ചാൽ പിന്നെയും 1-2 വർഷം. കൗസല്യാദേവി ഫോണിനടുത്ത് ചെന്ന് റിസീവർ എടുത്തു. സിയാറിൻ്റെ ഓഫീസിലെ നമ്പറാണ് ഡയൽ ചെയ്തത്. ഭാഗ്യത്തിന് അയാൾ അവിടെയുണ്ടായിരുന്നു. ഇത് ഞാനാണ് കൗസല്യ. ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്. എന്താ കൗസല്യേ? ആശ്ചര്യമുണ്ടായിരുന്നു അയാളുടെ സ്വരത്തിൽ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അളിയൻ്റെ അനുജൻ്റെ കാര്യം. ഓ,
അതോ? സോറി, എനിക്കിതുവരെ അങ്ങോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ല. മറന്നുപോയതല്ല, ഓരോ തിരക്കുകൾ. സിആർ കുറ്റബോധത്തോടെ പറഞ്ഞു. സിആർ ഇക്കാര്യം ഇത്തിരി സീരിയസ് ആയിട്ട് എടുക്കുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. കൗസല്യ പരിഭവിച്ചു. ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ലെന്നാണോ കൗസല്യ വിചാരിക്കുന്നത്? എൻ്റെ ആവശ്യം കൂടിയല്ലേ താര എത്രയും വേഗം വിവാഹിതയാവുക എന്നത്. മാത്രമല്ല, ചന്ദ്രമതിയുടെ ഭർത്താവിൻ്റെ അനുജൻ താരയെ കല്യാണം കഴിച്ചാൽ നമ്മൾ ബന്ധുക്കളുമായി എന്ന നേട്ടം കൂടിയില്ലേ? ചന്ദ്രമതിയെ എന്ന് കാണാൻ പോകും? അത് പറയൂ. നാളെ തന്നെ. ഉറപ്പ്? ഉറപ്പ്. എന്നിട്ട് എന്നെ വിവരം അറിയിക്കില്ലേ? വൈകുന്നേരം ഞാൻ വിളിക്കാം. സിആർ ഏറ്റു. ശരി, ഞാൻ കാത്തിരിക്കാം. കൂടുതലൊന്നും പറയാതെ കൗസല്യ ഫോൺ വെച്ചു. കൗസല്യ ഇത്തിരി പരിഭവത്തിലാണെന്ന് സിആറിന് മനസ്സിലായി. ഉദാസീനത കൊണ്ടല്ല ചന്ദ്രമതിയെ കാണാൻ പോകാഞ്ഞത്. ഓരോരോ അസൗകര്യങ്ങൾ. നാളെ രാവിലെ പോകാം. 50 കിലോമീറ്റർ ഡ്രൈവ്. അങ്ങോട്ട് 1 മണിക്കൂർ. അവിടെ ഏറി വന്നാൽ 1 മണിക്കൂർ താമസം. തിരിച്ചിങ്ങോട്ട് അത്രയും സമയം. 3 മണിക്കൂർ കൊണ്ട് പോയി വരാം. വേണമെങ്കിൽ ഫോൺ ചെയ്ത് രാധാകൃഷ്ണനോടോ ചന്ദ്രമതിയോടോ ഇക്കാര്യം സംസാരിക്കാവുന്നതേയുള്ളൂ. പക്ഷേ അതുപോരാ. നേരിട്ട് പോയി സംസാരിച്ചു എന്നറിഞ്ഞാലേ കൗസല്യദേവിക്ക് തൃപ്തി വരൂ. പിറ്റേ ദിവസം രാവിലെ അയാൾ പതിവിലും നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി. എങ്ങോട്ട് പോകുന്നു, എപ്പോൾ വരും എന്ന് ഭാര്യ ചോദിക്കാറില്ല. കൃത്യമായ ജോലി സമയമില്ലാത്ത തൊഴിലാണ് ഒരു പോലീസ് ഓഫീസറുടേതെന്ന് അജിതയ്ക്കറിയാം. ആ ജീവിതവുമായി പൊരുത്തപ്പെടാനും അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ പറയാമെന്ന് തീരുമാനിച്ചാണ് അയാൾ കാർ വിട്ടത്. ഒരു കേസന്വേഷണം സംബന്ധിച്ച് അവിടെ പോയിരുന്നു. കൂട്ടത്തിൽ ചന്ദ്രമതിയുടെ വീട്ടിലും കയറി. അഞ്ജനയിൽ ചെല്ലുമ്പോൾ മണി 9. കൃത്യം 1 മണിക്കൂറേ എടുത്തുള്ളൂ. രാധാകൃഷ്ണനും വേണുഗോപാലും ഓഫീസിലേക്ക് പോകും മുൻപ് എത്താനാണ് അയാൾ അത്ര നേരത്തെ വീട്ടിൽ നിന്നിറങ്ങിയത്. കൃഷിവകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ് രാധാകൃഷ്ണൻ. സിആർ ചെന്നപ്പോൾ വക്കീൽ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു വേണുഗോപാൽ. അയാൾ ബൈക്ക് സ്റ്റാർട്ടാക്കി നിർത്തിയിരുന്നു. എന്താ ചേട്ടാ ഈ വഴിയൊക്കെ? വല്ല ഇൻവെസ്റ്റിഗേഷനും? ബൈക്കിലിരുന്നു കൊണ്ട് തന്നെ വേണു ചോദിച്ചു. അല്ലടോ, ഇങ്ങോട്ട് തന്നെ വന്നതാ. രാധാകൃഷ്ണനുണ്ടല്ലോ അല്ലേ? ചേട്ടൻ 8 പോയി. ഏതോ ടൂറുണ്ടെന്ന്. വേണുവിന് പോകാൻ ധൃതിയുണ്ടോ? സിആർ ചോദിച്ചു. 9 ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞ ചേട്ടാ സാർ ഇന്നലെ എന്നെ വിട്ടത്. ഇന്നൊരു പുതിയ കേസിൻ്റെ ട്രയൽ തുടങ്ങുക. ചില പേപ്പേഴ്സൊക്കെ പരിശോധിക്കാനുണ്ട്. ഇപ്പം തന്നെ വൈകി. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെങ്കിൽ. വേണു പോകാൻ അല്പം ധൃതി കാട്ടി. ഞാൻ വേണുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം പറയാനാ വന്നത്. തനിക്ക് ഒരു കല്യാണാലോചന. തിരക്കുണ്ടെങ്കിൽ പോയിക്കോളൂ. ഞാൻ വിശദമായി പിന്നീട് സംസാരിച്ചോളാം. വേണു വലിയ താല്പര്യമൊന്നും കാട്ടിയില്ല. എന്ന് തന്നെയല്ല, അക്ഷമയോടെ വാച്ചിൽ നോക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് ചന്ദ്രമതി ഇറങ്ങി വന്നു. അയ്യോ, രാജൻ ചേട്ടനോ? സംസാരം കേട്ടപ്പോൾ അരവിന്ദനാണെന്നാ വിചാരിച്ചേ. അവൾ പറഞ്ഞു. ഞാൻ പൊയ്ക്കോട്ടെ ചേട്ടാ. പറയാനുള്ളതൊക്കെ ചന്ദ്രയിടത്തിയോട് പറഞ്ഞാൽ മതി. എന്താ? ശരി, താൻ പൊയ്ക്കോ. അയാൾ അനുവാദം കൊടുത്തു. വേണു പിന്നെ അവിടെ നിന്നില്ല. ബൈക്കിരപ്പിച്ച് അയാൾ ഗേറ്റിന് വെളിയിലേക്ക് പാഞ്ഞു. ചേട്ടൻ വരൂ, ചന്ദ്രമതി പറഞ്ഞു. അയാൾ അവളോടൊപ്പം അകത്തേക്ക് ചെന്നു. എന്താ രാധാകൃഷ്ണൻ കാലത്തെ പോയത്? അയാൾ ചോദിച്ചു. ഇന്ന് ഡയറക്ടർ വരുന്ന ദിവസമാ. ഏതോ ടൂർ പ്രോഗ്രാം ഉണ്ടെന്നാ പറഞ്ഞത്. എനിക്ക് രാധാകൃഷ്ണനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്താ ചേട്ടാ? വേണുവിൻ്റെ കാര്യത്തിൽ എന്താ രാധാകൃഷ്ണന് ഒരു ശ്രദ്ധയില്ലാത്തത്? അവന് കല്യാണം കഴിക്കുകയൊന്നും വേണ്ടേ? ആലോചനകൾ പലതും വരുന്നുണ്ട്. പക്ഷെ ഇതുവരെ വേണു ഒരിടത്തും പെണ്ണു നോക്കാൻ പോയിട്ടില്ല, ചന്ദ്രമതി പറഞ്ഞു. അതെന്താ? അവന് വധുവിനെക്കുറിച്ച് ചില പ്രത്യേക സങ്കല്പങ്ങളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. സമയമാകുമ്പോൾ സ്വന്തമായി കണ്ടുപിടിച്ചോളാമെന്നും. ഇനി എന്നാ സമയമാകുന്നേ? മൂക്കിൽ പല്ല് കിളിർക്കുമ്പോഴോ? ചേട്ടനിരിക്കെ, ഞാൻ ചായ എടുക്കാം, ചന്ദ്രമതി പറഞ്ഞു. ചായ കുടിക്കുമ്പോഴാണ് അയാൾ കാര്യം അവതരിപ്പിച്ചത്. മാധവ എൻ്റർപ്രൈസസിനെക്കുറിച്ചും അതിൻ്റെ ഏക അവകാശിയായ താരയെക്കുറിച്ചും അയാൾ വിശദമായി സംസാരിച്ചു. വേണുവിന് നല്ല ചേർച്ചയായിരിക്കും താര, സിആർ പറഞ്ഞു. ഞാൻ അവനോട് സംസാരിച്ചു നോക്കാം. പക്ഷേ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അടുത്ത വർഷം മുതൽ സ്വന്തമായി പ്രാക്ടീസ് തുടങ്ങണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന ഒരു ആലോചന വന്നപ്പോൾ എന്നോട് പറഞ്ഞത്. 1 വർഷം കാത്തിരിക്കാനൊന്നും കൗസല്യദേവി തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തള്ളിക്കളയുന്നത് വലിയ വിഡിത്തമായിരിക്കും ചന്ദ്രേ. ലക്ഷക്കണക്കിനല്ല, കോടികളാ ആ കുട്ടിയുടെ പേരിലുള്ളത്. ചേട്ടൻ ഞായറാഴ്ച വന്നാൽ മതിയായിരുന്നു. അന്നാണെങ്കിൽ വേണു ഇവിടെ കാണുമായിരുന്നു. ഞങ്ങളൊക്കെ പറഞ്ഞാൽ അവൻ വാദിച്ച് നേടിക്കളയും. കല്യാണം പോലും ആവശ്യമില്ലെന്ന് അവൻ സമർത്ഥിച്ചു കളയും. ചന്ദ്രമതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
എങ്കിൽ ഞാൻ ഞായറാഴ്ച വരാം. അതാ നല്ലത്. വേണു വരുമ്പം ഞാനും പറയാം. അവനൊരു കല്യാണം കഴിച്ചാൽ എനിക്കും ഒരു കൂട്ടായി. ഞാനിവിടെ തനിച്ച്. അവൾ പെട്ടെന്ന് നിശബ്ദമായി. ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ ഇപ്പോൾ? അയാൾ ചോദിച്ചു. ഉണ്ട്. അതിൻ്റെ കുറവൊന്നുമില്ല. വയസ്സ് 28 ആയതല്ലേ ഉള്ളൂ. നിരാശപ്പെടാൻ സമയമായില്ലെന്നാണ് എല്ലാവരും ആശ്വസിപ്പിക്കുന്നത്. പക്ഷേ അവൾക്ക് ഒട്ടും വിശ്വാസമില്ല. ഇപ്പോൾ പ്രസവിക്കുമായിരുന്നെങ്കിൽ എന്നെ. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ CR പോകാനായി എഴുന്നേറ്റു. വീട്ടിലെന്തുണ്ട് ചേട്ടാ വിശേഷം? ചന്ദ്രമതി ചോദിച്ചു. ഒന്നുമില്ല. എല്ലാവരും സുഖമായിരിക്കുന്നു. ജയയ്ക്ക് പനിയായിരുന്നു. ഇന്നലെ മുതൽ കോളേജിൽ പോയി തുടങ്ങി. വന്ന കാര്യം സാധിക്കാതെ പോകേണ്ടി വരുമല്ലോ എന്ന ദുഃഖമുണ്ടായിരുന്നു CRന്. ഇനി ഒരിക്കൽ കൂടി വരേണ്ടി വരും. അത് സാരമില്ല. പക്ഷേ ഇന്ന് ഫോൺ ചെയ്യുമ്പോൾ കൗസല്യദേവിയോട് എന്തു പറയും? വേണു വരുമ്പം നീ അവനോട് കാര്യമായൊന്ന് സംസാരിക്കണം ചന്ദ്രേ. സമ്മതിച്ചാൽ ഉടൻ പെണ്ണ് കാണാൻ പോകാം. അവിടെ വന്ന് കണ്ടാൽ അവൻ്റെ മനസ്സ് മാറും. അതുറപ്പാ. കാറിൽ കയറും മുൻപ് CR പറഞ്ഞു. ഞാൻ സംസാരിക്കാൻ ചേട്ടാ. അയാൾ പോകുന്നത് നോക്കി അവൾ നിന്നു. പിന്നെ അകത്ത് കയറി വാതിലടച്ചു. ജോലിക്കാരി പെണ്ണ് അടുക്കളയിൽ മീൻ മുറിക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ വന്നിട്ട് എന്താ ചേച്ചി ഇത്ര പെട്ടെന്ന് പോയത്? അവൾ ചോദിച്ചു. ചെന്നിട്ട് ചേട്ടന് എന്തെല്ലാം കാര്യമുണ്ടെന്നറിയാമോ? ചിലപ്പം ഞായറാഴ്ച ഇനിയും വന്നേക്കും. നിനക്ക് പേടിയുണ്ടോ ചേട്ടനെ? ഞാൻ പറഞ്ഞില്ലേ പോലീസിലെ ചേട്ടൻ. എനിക്ക് പേടിയില്ല, അവൾ പറഞ്ഞു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ അവൾ പോകാൻ തയ്യാറായി. രമേ, നീ പോകുമ്പം ഈ കത്തുകൂടെ പോസ്റ്റ് ചെയ്തേക്കണേ, ചന്ദ്രമതി പറഞ്ഞു. ചെയ്യാൻ ചേച്ചി. ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോൾ രമ പോകും. അതാണ് പതിവ്. രാവിലെ 7 ആകുമ്പോൾ വരും. വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ചന്ദ്രമതി 4 മണി വരെ ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ് കുളിച്ചു. 6 മണി കഴിഞ്ഞപ്പോഴാണ് പുറത്ത് ഒരു ജീപ്പ് വന്ന് നിന്നത്. രാധാകൃഷ്ണനായിരുന്നു അത്. അയാളെ വിട്ടിട്ട് വണ്ടി പോയി. രാവിലെ രാജേട്ടൻ വന്നിരുന്നു. രാധാകൃഷ്ണൻ വേഷം മാറുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു. അയാൾ മൂളി. വേണുവിന് ഒരു കല്യാണാലോചന. പെണ്ണ് സുന്ദരിയാണത്രേ, വലിയ സ്വത്തുകാരിയും. രാധാകൃഷ്ണൻ നിർവികാരതയോടെ മൂളി. വേണു വന്നപ്പോൾ 8 മണിയായി. അന്ന് നേരത്തെയാണ്. ചിലപ്പോൾ 9 ആകും. പതിവ് പോലെ 9 മണിയായപ്പോൾ ചന്ദ്രമതി ചോറ് വിളമ്പി. ഊണ് കഴിഞ്ഞ് ഒരു പുസ്തകവുമായി രാധാകൃഷ്ണൻ കിടപ്പുമുറിയിലേക്ക് പോയി. വേണു അയാളുടെ മുറിയിലേക്കും. അടുക്കളയിലെ ജോലികൾ തീർന്നപ്പോൾ ചന്ദ്രമതി കിടപ്പുമുറിയിലേക്ക് ചെന്നു. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം മാറത്ത് തുറന്നുവെച്ച് ഉറക്കമായിരുന്നു രാധാകൃഷ്ണൻ. അയാളെ ഉണർത്താതെ പുസ്തകമെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ ലൈറ്റണച്ച് അയാളോടൊപ്പം കിടന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൾ മെല്ലെ എഴുന്നേറ്റു. താളത്തിൽ അയാളുടെ നെഞ്ച് ഉയർന്നു താഴുന്നതും നോക്കി അവൾ ഒരു നിമിഷം നിശ്ചലയായി കിടക്കയിലിരുന്നു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് വേണുവിൻ്റെ മുറിയിലേക്ക് പോയി. ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ പുതിയ ഒരു ലോ ജേണൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വേണു. ചന്ദ്രമതി ചെന്ന് കസേരയുടെ പിന്നിൽ നിന്നത് അയാൾ അറിഞ്ഞില്ല. അവൾ മെല്ലെ കുനിഞ്ഞ് വേണുവിൻ്റെ ദേഹത്തേക്ക് അമർന്ന് അയാളുടെ ചുമലുകൾക്ക് മീതെ കൈനീട്ടി ജേണൽ എടുത്തു മാറ്റി. മതി വായിച്ചത്. ഉത്തരവ്. അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു. അയാൾ മെല്ലെ എഴുന്നേറ്റ് അവളെ കരവലയത്തിലാക്കി. അധ്യായം 21. ക്ലോക്കിൽ മണി 12 അടിച്ചു. ഇരുട്ടിൽ കണ്ണുകൾ തുറന്ന് കിടക്കുകയായിരുന്നു ചന്ദ്രമതിയും വേണുവും. പറയാനുള്ളത് എങ്ങനെ തുടങ്ങണം എന്ന് ആലോചിക്കുകയായിരുന്നു അവൾ. സമയം എത്രയായെന്നറിയാമോ? പെട്ടെന്ന് വേണു ചോദിച്ചു. 12, അവൾ പറഞ്ഞു. ചന്ദ്രയടുത്തേക്ക് പോകണ്ടേ? വേണം. രാധേട്ടൻ ഉണർന്നു നോക്കിയാൽ എന്തു വിചാരിക്കും? ഒന്നും വിചാരിക്കത്തില്ല, ചന്ദ്രമതി പറഞ്ഞു. വേണു എഴുന്നേറ്റ് ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചു. ചന്ദ്രമതിയുടെ വടിവത്ത ശരീരം അരണ്ട വെളിച്ചത്തിൽ നിഴൽ രൂപം പോലെ. കണ്ണുകൾക്ക് ഇരുട്ടിലും തിളക്കം. വേണു ഇവിടെ വന്നിരിക്കൂ. അയാൾ അടുത്തു ചെന്ന് കിടക്കയിലിരുന്നു. രാവിലെ എൻ്റെ ഏട്ടൻ വന്നപ്പോൾ എന്തെങ്കിലും പറഞ്ഞോ വേണുവിനോട്? പറഞ്ഞു. അവൾക്ക് ആശ്വാസം തോന്നി. ഇനി വിസ്തരിക്കേണ്ടല്ലോ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? നെഞ്ചിടിപ്പോടെ അവൾ ചോദിച്ചു. എന്തു തീരുമാനിക്കാൻ? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുള്ളതല്ലേ. ചന്ദ്രയിടത്തിയെ എൻ്റെ മനസ്സിൽ നിന്ന് പിഴുതെറിയാൻ എനിക്കാവില്ല. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. വേറെ ഒരു സ്ത്രീക്കും എൻ്റെ ജീവിതത്തിൽ പ്രസക്തിയുമില്ല, ശാന്തനായി അയാൾ പറഞ്ഞു. അവളുടെ മനസ്സ് നിറഞ്ഞു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നനഞ്ഞു. പക്ഷേ ഞാൻ മറ്റൊരാളിൻ്റെ ഭാര്യയല്ലേ വേണു. എനിക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. അതെന്താ മറക്കുന്നേ? എന്നും നമുക്കൊന്നിച്ച് ഇതുപോലെ കഴിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? രാധേട്ടന് എങ്ങോട്ടെങ്കിലും ഒരു ട്രാൻസ്ഫർ കിട്ടിയാൽ എന്നെ കൊണ്ടുപോകാതിരിക്കുമോ? ഞാൻ എങ്ങോട്ടും വിടത്തില്ല. ചന്ദ്രയിടത്തി പോകുമോ? ഭർത്താവ് വിളിച്ചാൽ ഭാര്യയ്ക്ക് പോകാതിരിക്കാൻ പറ്റുമോ വേണു? അയാൾക്ക് മറുപടിയില്ലായിരുന്നു.
വേണു വേറെ കല്യാണം കഴിക്കാതെ നടന്നാൽ ആളുകൾ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങും. പറയട്ടെ, നീ വലിയ ഒരു വക്കീലാവാനുള്ളവനോ വേണു? നമ്മൾ തമ്മിലുള്ള ബന്ധം പുറത്തറിഞ്ഞാൽ നിന്റെ സൽപ്പേരിനെ അത് ബാധിക്കും. ഞാനങ്ങനെ ഒരു വലിയ വക്കീലാവാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കഷ്ടിച്ച് ജീവിക്കാനും മാത്രം വരുമാനമുള്ള ഒരു വക്കീലായാൽ മതി എനിക്ക്, വേണു പറഞ്ഞു. അതുപോരാ, ഞാൻ കാരണം വേണുവിൻ്റെ ഭാവി നശിക്കാൻ പാടില്ല. നിനക്ക് അർഹതപ്പെട്ട സൗഭാഗ്യങ്ങൾ ഞാൻ കാരണം ഇല്ലാതാവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഏടത്തി എന്താണീ പറഞ്ഞു വരുന്നത്? അയാൾ ചോദിച്ചു. എൻ്റെ ഏട്ടൻ കൊണ്ടുവന്ന ആ കല്യാണ ആലോചനയില്ലേ, കേട്ടിട്ട് നിനക്ക് പറ്റിയ പെൺകുട്ടിയാണതെന്ന് തോന്നുന്നു. ഏകമകൾ, സുന്ദരി, വമ്പിച്ച സ്വത്ത്. പെട്ടെന്ന് വേണുവിൻ്റെ ഭാവം മാറി. ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാണോ പറയുന്നത്? എവിടെയോ സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഞാൻ തുലയ്ക്കണം അല്ലേ എന്നല്ലേ വേണു ഞാൻ പറഞ്ഞതിൻ്റെ? പിന്നെന്തിനാ നിങ്ങളെ സ്നേഹിക്കാൻ എന്നെ അനുവദിച്ചത്? പിന്നെന്തിനാ നിർബന്ധപൂർവം നിങ്ങളെൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന് എൻ്റെ സ്നേഹം മുഴുവൻ കൈയടക്കിയത്? സ്നേഹം കൊണ്ട് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചത്? നിങ്ങളെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ എന്നെ ഉപേക്ഷിച്ചിട്ട്? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. വേണുവിൻ്റെ ശബ്ദമുയർന്നപ്പോൾ ചന്ദ്രമതി പെട്ടെന്ന് അയാളുടെ വായ പൊത്തി. പ്ലീസ് വേണു, അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് പറയാനുള്ളത് സമാധാനമായൊന്ന് കേൾക്കൂ. അയാളുടെ ക്ഷോഭം അടങ്ങുന്നതുവരെ അവൾ കാത്തു. വേണു, നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി കാണും? ചന്ദ്രമതി ചോദിച്ചു. എനിക്കറിയില്ല. മനസ്സുകൊണ്ട് നമ്മൾ ഒന്നായിട്ട് ഒരു കൊല്ലമെങ്കിലും ആയി കാണും. ഓർമ്മയുണ്ടോ, മഴ നനഞ്ഞു വന്ന ഒരു ദിവസം ഞാൻ നിന്റെ മുടി തോർത്തി തന്നത്? അത് കഴിഞ്ഞ ജൂണിലായിരുന്നില്ലേ? അന്നല്ലേ നമ്മൾ ആദ്യമായി മനസ്സ് തുറന്നത്? ആ ഓർമ്മയിൽ മുഴുകി അയാൾ നിശബ്ദനായിരുന്നു. പിന്നെയും 2-3 മാസം കൂടി കഴിഞ്ഞല്ലേ ഞാൻ എൻ്റെ ശരീരം കൂടി നിനക്ക് തന്നത്? ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ രാധേട്ടൻ തിരുവനന്തപുരത്തിന് പോയ ദിവസം ഓർമ്മയുണ്ടോ വേണുവിന്? അയാൾ തലകുലുക്കി. മറക്കാൻ പറ്റുമോ? രാധേട്ടൻ പിന്നെയും എത്രയോ കോൺഫറൻസുകൾക്ക് പോയി, ടൂറുകൾ നടത്തി. ഒടുവിൽ വീട്ടിലുള്ള ദിവസങ്ങളിൽ പോലും രാത്രി ഉറക്കമായി കഴിഞ്ഞാൽ. എനിക്കൊരു കുഞ്ഞിനെ തരാൻ 3 വർഷമായിട്ടും രാധേട്ടന് കഴിഞ്ഞില്ല. എനിക്കിപ്പോൾ ഒരു കാര്യം കൂടി ബോധ്യമായി. വേണുവിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യവും എനിക്കില്ല. ചന്ദ്രമതി തേങ്ങി. എങ്ങനെയാണ് അവളെ സമാധാനിപ്പിക്കേണ്ടതെന്നറിയാതെ അയാളിരുന്നു. ഇങ്ങനെ പോയാൽ എന്തൊരു വിരസമായ ജീവിതമായിരിക്കും വേണു നമ്മുടേത്. കാലം കഴിയുമ്പോൾ നമ്മൾ 3 പേരും വയസ്സായി, വാർദ്ധക്യത്തിലെത്തി, നിരാലംബരായി. ശരിയല്ലേ ഞാൻ പറയുന്നത്? വേണു ഒന്നും പറയാതെ തല താഴ്ത്തിയിരുന്നു. അയാൾ ആലോചിക്കുകയാണെന്ന് തോന്നിയതിനാൽ അവൾ കൂടുതലൊന്നും പറഞ്ഞില്ല. വേണു ഒരു സിഗരറ്റ് കൂടി കത്തിച്ചു. പുറത്ത് ഏതോ രാപ്പാടി വിരഹവേദനയോടെ കരഞ്ഞു. ചന്ദ്രമതി കണ്ണുകളടച്ചു കിടന്നു. വേണു പറഞ്ഞത് ശരിയാണ്. മനഃപൂർവ്വം ഒരുതരം നിർബന്ധ ബുദ്ധിയോടെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു കയറുകയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുത്തത് താനാണ്. മടിച്ചു നിന്ന് അവനെ വലിച്ചടിപ്പിച്ചത് താനാണ്. ചേട്ടന് തരാൻ കഴിയാത്തത് അനുജനിൽ നിന്ന് കിട്ടിയാലോ എന്നായിരുന്നു പ്രതീക്ഷ. അതുമാത്രമായിരുന്നു ആവശ്യവും. ആദ്യമൊന്നും രാധേട്ടന് ഒരു സംശയവുമില്ലായിരുന്നു. അണിയറയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് പിന്നീട് എപ്പോഴോ ഊഹം കിട്ടി. തുറന്നു ചോദിച്ചപ്പോൾ നിഷേധിക്കാൻ പോയില്ല. കവിളിൽ ഒരടി വീണു. നിന്നെ ഞാൻ, എനിക്കൊരു കുഞ്ഞിനെ വേണം. രാധേട്ടന് തരാൻ കഴിയുമോ? അത് കഴിയുമെങ്കിൽ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാം. കഴുത്തിലേക്ക് നീണ്ട കൈകൾ രാധേട്ടൻ പെട്ടെന്ന് താഴ്ത്തിയിട്ടു. രാധേട്ടനെ മറന്നിട്ട് വേറെ സ്നേഹം തേടിപ്പോയതല്ല ഞാൻ. രാധേട്ടനേക്കാൾ വലുതല്ല എനിക്ക് വേണു. എനിക്ക് വേണ്ടത് ഒരു കുഞ്ഞിനെ മാത്രമാണ്. ആലോചിച്ചിട്ട് വേറൊരു മാർഗവും കാണാഞ്ഞിട്ടാണ്. തന്നെയുമല്ല, വേണു അന്യനല്ലോ. രാധാകൃഷ്ണൻ പിന്നെ ഒരക്ഷരം പോലും പറഞ്ഞില്ല. തല താഴ്ത്തി അയാൾ ഇറങ്ങിപ്പോയി. നന്നായി മദ്യപിച്ചിട്ടാണ് തിരിച്ചെത്തിയത്. പക്ഷേ ശാന്തനായിരുന്നു. അനിഷ്ടകരമായ എന്തെങ്കിലും സംഭവിച്ചതായി നടിച്ചതേയില്ല. എങ്കിലും അതിനുശേഷം അയാൾ വല്ലാതെ മാറിപ്പോയി. ചിരിക്കുന്നത് അപൂർവം, സംസാരിക്കുന്നത് അത്യാവശ്യത്തിന് മാത്രം. വേണുവിനെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറാനായി താൽപ്പര്യം. ആദ്യമൊക്കെ രാധാകൃഷ്ണൻ വീട്ടിലില്ലാത്ത സമയത്തെ വേണുവിൻ്റെ മുറിയിലേക്ക് അവൾ പോകുമായിരുന്നുള്ളൂ. ഒടുവിൽ രാധാകൃഷ്ണൻ ഉള്ളപ്പോൾ തന്നെ വേണുവിൻ്റെ അടുത്തേക്ക് പോകുവാൻ അവൾക്ക് ധൈര്യം വന്നു. അങ്ങനെ ഒരു രാത്രിയിൽ ചെന്നപ്പോൾ വേണു പേടിച്ചുപോയി. രാധേട്ടൻ ഉറക്കമാണ്, അവൾ പറഞ്ഞു. ഉണർന്നാൽ ഒന്നും സംഭവിക്കത്തില്ല. രാധേട്ടന് ഇക്കാര്യം അറിയാമോ? രാധേട്ടൻ അത്ര വിഡ്ഢിയൊന്നുമല്ല, ആണോ? ആത്മനിന്ദയോടെ അയാൾ തലയ്ക്കടിച്ചു. വേണു ഒരു ഭീരുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അവൾ കളിയാക്കി. ഞാനിനി എങ്ങനെ രാധേട്ടൻ്റെ മുഖത്തു നോക്കും? രാധേട്ടൻ എൻ്റെ അച്ഛനാണ്, അമ്മയാണ്, ഏട്ടനാണ്, എൻ്റെ സുഹൃത്താണ്.
ആ രാധേട്ടനോട് ഞാൻ ഈ ചെയ്യുന്നതൊക്കെ കൃതജ്ഞതയാണ്. വേണു എന്നെ സ്നേഹിക്കുന്നതിൽ, അല്ലെങ്കിൽ ഞാൻ വേണുവിനെ സ്നേഹിക്കുന്നതിൽ രാധേട്ടന് വിരോധമില്ലെങ്കിലോ? അപ്പോഴാണ് അയാൾക്ക് കുറച്ചൊക്കെ സമാധാനം കിട്ടിയത്. എങ്കിലും അയാൾ ഒരു പ്രതിമയെപ്പോലെ ഇരുന്നതേയുള്ളൂ. ഇനിയും വേണുവിന് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പോയേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ചേട്ടത്തിയമ്മയും നീ എൻ്റെ ഭർത്താവിൻ്റെ അനുജനും മാത്രമായിരിക്കും. അതിൽ കൂടുതൽ നാം തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല. പോകാൻ ഭാവിച്ച് അവൾ എഴുന്നേറ്റു. വേണു പെട്ടെന്ന് അവളുടെ കൈപിടിച്ചിരുത്തി. ചന്ദ്രയിടത്തി പോകരുത്. എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം, നിങ്ങളെ വേണം. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. നിങ്ങളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവൾ തുടങ്ങിയ സ്നേഹബന്ധമായിരുന്നു അത്. പക്ഷേ അവൾ വിചാരിച്ചെടുത്ത് അത് നിന്നില്ല. ആദ്യമായി ഒരു വിവാഹാലോചന വന്നപ്പോൾ വേണു കണ്ണുമടച്ച് അത് തള്ളിക്കളഞ്ഞു. പിന്നെയും പല ആലോചനകൾ വന്നു. 2-3 രാധേട്ടനാണ് കൊണ്ടുവന്നത്. പക്ഷേ പെണ്ണിനെ കാണാൻ പോവുക പോലും ചെയ്തില്ല വേണു. നീ ഒരുത്തി കാരണമാ അവൻ. ക്ഷമ നശിച്ച് രാധാകൃഷ്ണൻ അവളോട് പറഞ്ഞു. നിങ്ങളൊരാൾ കാരണമാ ഞാൻ ഇങ്ങനെയായത്. അവളും പറഞ്ഞു. ആ തെറ്റ് തിരുത്തണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? എങ്ങനെ തിരുത്തും? വേണു ഒരു കല്യാണം കഴിക്കട്ടെ. അവനൊരു കുഞ്ഞുണ്ടാകുമല്ലോ. ആ കുഞ്ഞ് നമ്മുടെയും കുഞ്ഞല്ലേ? അങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് അപ്പോൾ മുതലാണ് ചന്ദ്രമതി ചിന്തിക്കാൻ തുടങ്ങിയത്. ഇനി കാത്തിരുന്നിട്ട് ഫലമില്ലെന്ന് അവൾക്കും തോന്നിത്തുടങ്ങിയിരുന്നു. വേണുവിനും അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയില്ല. നീണ്ട 8-9 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇതുവരെ. വേണു, എന്താ ഒന്നും മിണ്ടാത്തെ? പേര് കേട്ടിട്ട് എനിക്ക് ഇഷ്ടമായി. താര ഇപ്പോൾ MA പരീക്ഷ എഴുതിയിട്ട് വന്നതേയുള്ളത്രേ. ഏടത്തി എന്തിനാ ഇങ്ങനെ എന്നെ ശിക്ഷിക്കുന്നത്? ശിക്ഷയോ? എന്താ വേണു നീ ഈ പറയുന്നേ? ഒരേ സമയത്ത് രണ്ടാളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുമോ? ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ തെറ്റ്? അതിന് നിരപരാധിയായ ഒരു പെണ്ണിനെ നമ്മൾ ബലിയാടാക്കണോ ചന്ദ്രേടത്തെ? വേണു, ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുകയില്ലായിരുന്നു. ആരോരുമില്ലാതെ നമ്മൾ 3 ഈ വീട്ടിൽ മരിച്ച് മണ്ണടിഞ്ഞ്. വേണു കൈയെടുത്ത് തടഞ്ഞു. ഏടത്തി പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഏതു പെണ്ണിനെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്ത് നിബന്ധന? 6 മാസത്തെ സമയം തരണം. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിക്കൂ. എന്താണ് ഈ 6 മാസത്തെ കണക്ക്? 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധിച്ചാലോ? എങ്കിൽ നമ്മളെല്ലാവരും രക്ഷപ്പെടും. പ്രത്യേകിച്ച് ഞാനും ആ പെണ്ണും. ഒരു നീണ്ട നിമിഷത്തോളം ചന്ദ്രമതി അയാളെ നോക്കിക്കിടന്നു. 6 മാസം, അത് അവർ സമ്മതിക്കുമോ വേണു? അവർക്ക് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കട്ടെ. ശരി, നാളെ തന്നെ ഞാൻ രാജേട്ടന് ഫോൺ ചെയ്ത് വിവരം പറയാം. പക്ഷേ ഞാൻ വീണ്ടും ചോദിക്കട്ടെ, നമ്മുടെ ഈ ചെറിയ ലോകത്തിലേക്ക് എന്തിനാണ് 3-മതൊരാളെ കൂടി ക്ഷണിക്കുന്നത്? അവൾക്കും ഏടത്തിയുടെ വിധിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും വേണു? ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് നീട്ടിവെക്കുകയെങ്കിലും ചെയ്തുകൂടെ? ശരി, 6 മാസത്തെ സമയമല്ലേ നിനക്ക് വേണ്ടത്? അനുവദിച്ചിരിക്കുന്നു. ഇനി വാക്ക് മാറരുത്. ഇനി ഞാൻ പോട്ടെ. ചന്ദ്രമതി എഴുന്നേറ്റു. നാളെ വരുമോ? വരണോ? വേണ്ട. രാധേട്ടൻ എന്തു വിചാരിക്കും? ഈ വേണുവിൻ്റെ ഒരു പേടി. പേടിയല്ല, രാധേട്ടന് വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ചു മാത്രമാ. ശരി, ഇനി വരുന്നേയില്ല. പിണങ്ങിയോ? ഞാനോ? അവൾ ചിരിച്ചു. ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. 6 മണിക്ക് എന്നെ വിളിക്കണേ. കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഇന്നിനി വായിച്ചാൽ ശരിയാവത്തില്ല, വേണു പറഞ്ഞു. ശരി, ഉറങ്ങിക്കോ, ഞാൻ വിളിക്കാം. ചന്ദ്രമതി കിടപ്പുമുറിയിലേക്ക് പോയി. വാതിൽ ചാരിയിരുന്നതേയുള്ളൂ. അവൾ അകത്ത് കയറി ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ചു. ഒരു നിമിഷം അവൾ നിശ്ചലയായി നിന്നു. ചരിഞ്ഞു കിടന്നുറങ്ങുന്ന രാധാകൃഷ്ണനെ അരണ്ട വെളിച്ചത്തിൽ അവൾ കണ്ടു. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അപ്പോഴാണ് ആഷ്ട്രയിൽ ഒരു ചുവന്ന കണ്ണിൻ്റെ തിളക്കം അവൾ കണ്ടത്. കത്തിച്ച പാതി പോലും എരിഞ്ഞു തീരാത്ത സിഗരറ്റിൽ നിന്ന് അപ്പോഴും പുക ഉയരുന്നുണ്ടായിരുന്നു. അടുത്ത ഭാഗം നാളെ.